والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. 15-ാമത്തെ ആയത്ത് വരെ എടുക്കണ്ടില്ല. ഇദാ തുത്ല അലൈഹി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ സനസിമുഹു അലൽ ഖുർതൂം ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്നah ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون. أعوذ بالله من الشيطان الرجيم. إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون. إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائف من ربك
وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون. أعوذ بالله من الشيطان الرجيم. إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائفة من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون. സൂറത്തുൽ ഖലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെയുള്ള ഒരാക്ഷേപത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അതായത് അദ്ദേഹം സിഹിർ ബാധിച്ചവൻ പറയുന്ന വർത്തമാനം അങ്ങനെ സിഹിർ ബാധിച്ചതുകൊണ്ട് പറയുന്ന ഒരാളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആർക്കാണ് സിഹിർ ബാധിച്ചത് എന്ന് പരലോകത്ത് വെച്ച് മനസ്സിലാകുന്നുള്ള ഒരു താക്കീതിന്റെ ശൈലിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരിക്കലും കളവ് പറയുകയും കള്ളസത്യം ചെയ്യുകയും ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല. അത്തരം ആളുകളുടെ പൊതുവെയുള്ള ചില ദുർഗുണങ്ങളാണ് കുത്തിപ്പറയുക, കുറവാക്കുക, ഏഷണിയുമായിട്ട് നടക്കുക, നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുടക്കം നിൽക്കുക, അതിരുകൾ ലംഘിക്കുക, കുറ്റങ്ങൾ ചെയ്യുക. ഇതൊക്കെ കളവ് പറയുകയും അതേപോലെ തന്നെ കള്ളസത്യം ചെയ്യുകയും ചെയ്യുന്നവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ്. അവർക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ തരം ആളുകളുടെ പ്രചാരണം മാത്രമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഒരു ജിന്ന് ബാധിച്ച് വർത്തമാനം പറയുന്നതാണ് ഖുർആൻ. അവരുടെ മറ്റൊരു ആരോപണമാണ് ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഇദാ തുത്ലാ അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ അവർ ഓതി കേൾക്കുമ്പോൾ ഖാല പറയും അസാതീറുൽ അവ്വലീൻ. ഉസ്തൂർ എന്നുള്ളതിന്റെ ബഹുവചനമാണ് അസാതീർ, കെട്ടുകഥ എന്നർത്ഥം. ഉസ്തൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടുകഥ, ഇതിഹാസങ്ങൾ. പണ്ടത്തെ ആളുകൾ പറയുന്ന ഉമ്മാമക്കഥക്കാണെന്ന് പറയാ ഉസ്തൂർ. അസാത്തീർ അതിന്റെ ബഹുവചനാണ്. അപ്പൊ കെട്ടുകഥകൾ. അവ്വലീൻ എന്ന് പറഞ്ഞാൽ പൂർവികർ, പൂർവികരുടെ കെട്ടുകഥകൾ. പണ്ടുള്ളവരെന്തൊക്കെ കെട്ടുകഥ ഉണ്ടാക്കി വെച്ചിരുന്നു, അതിങ്ങനെ ഏറ്റുപറയുന്ന ആളാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞാൽ എന്താണ്? കെട്ടുകഥയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അതാണ് ഇന്നത്തെ മറ്റൊരു വിഷയം. ഇദാ തുത്ലാ അലൈഹി ആയാതുന, ഇദാ തുത്ലാ അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഖാല പറയും അസാത്തീറുൽ അവ്വലീൻ, അതെന്താകുന്നു? കെട്ടുകഥകളാകുന്നു. യഖൂലു തആല ഹാദാ മുഖാബലത്തു മാ അന്നമല്ലാഹു അലൈഹി മിനൽ മാലി വൽ ബനീൻ കഫറ ബിആയാത്തില്ലാഹി അസ്സ വജൽ വഅറദാൻ.
അള്ളാഹു യഥാർത്ഥത്തിൽ അവർക്ക് സ്വത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും ഒക്കെ അനുഗ്രഹം നൽകി. അതാണ് നമ്മൾ അവസാനം പറഞ്ഞത്, അൻകാനദാ മാലിൻ വ ബനീൻ. അള്ളാഹു ധാരാളം സമ്പാദ്യം നൽകി, മിടുക്കന്മാരായ മക്കളെ നൽകി. പക്ഷേ അവരെന്ത് ചെയ്തു? കഫറ ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ തള്ളി. വ അഅറളു, അള്ളാഹുവിന്റെ തെളിവുകൾ അവർ അവഗണിച്ചു. വസഅമ അന്നഹാ കദിബുൻ, ഖുർആൻ എന്ന് പറയുന്നത്, അതായത് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള തെളിവുകൾ, ആയാത്തുള്ള എന്ന് പറയുന്നത് നുണയാണെന്ന് അവർ പറഞ്ഞു. മൗഹൂദും മിൻ അസാത്തീരിൽ അവലീൻ, അതൊക്കെ പഴയ കാലക്കാരുടെ കെട്ടുകഥകളിൽ നിന്ന് എടുത്ത സംഗതിയാണ് ഖുർആനിലുള്ള ആയത്തുകൾ എന്നവർ നുണ പറഞ്ഞു. അള്ളാഹു അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ഈ അനുഗ്രഹങ്ങൾ എവിടുന്നാ കിട്ടിയെന്ന് പോലും ചിന്തിക്കാതെ അവർ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ആയത്തുകളെയും തള്ളി. ഏതുപോലെ? ഖൗലിഹി തആല, വേറെ ഒരു ആയത്തിൽ സൂറത്ത് മുദ്ദസ്സിർ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ദർനീ വമൻ ഖലഖതു വഹീദ, എന്നെയും ഞാൻ തനിച്ച് പടച്ചവനെയും നിങ്ങൾ വിടുക. അള്ളാഹ് പറയാണ്, അയാളെ ഞാൻ ഒറ്റക്ക ഉണ്ടാക്കിയത്, സൃഷ്ടിക്കുമ്പോൾ ആരും കൂടല്ല, അതുകൊണ്ട് അയാളെ കാര്യം തൽക്കാലം നിങ്ങൾ ആരും ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. അള്ളാഹ് പറയാണ്. ആരെ പറ്റിയ? വലീദ് ബിൻ മുഗീറയെ കുറിച്ച്. അയാളെ, അതൊരു വല്ലാത്ത വർത്താനാണ്, അയാളെ എന്റെ അടുത്തേക്കാണ് വിടാൻ. അള്ളാഹ് പറയാണ്, അയാൾക്ക് ഉചിതമായ ശിക്ഷ ഉണ്ടാവും. എന്താ അങ്ങനെ ശിക്ഷ കൊടുക്കാനുള്ള കാരണം? അതാ പരമാണ്. വജഅൽതു ലഹു മാലം മംദൂദ, അയാൾക്ക് നീണ്ടു നീണ്ടു കിടക്കുന്ന സ്വത്ത് കൊടുത്തിരുന്നു. നല്ല സമ്പന്നനാണ് ആര്? വലീദ്. വബനീന ശുഹൂദ, നല്ല സാക്ഷികളായ എല്ലാത്തിനും പോകുന്ന മക്കളെ നൽകിയിരുന്നു. ആർക്ക്? കാണാൻ പോകുന്ന മക്കളെ നൽകി. വമഹത്തു ലഹു തംഹീദ, അയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ദുനിയാവിന് അയാൾക്ക് ഒന്നിന്റെ കുറവില്ല. സമ്പന്നനാണ്, മക്കളുണ്ട്, വലിയ പ്രമാണിയാണ്, ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ആർഭാടങ്ങളൊക്കെ ഉണ്ട്. സുമ്മ യത്മഉ അൻ അസീദ്, എന്നിട്ടും അയാൾ കൊതിക്കുന്നത് കൂടുതൽ കിട്ടണം. കിട്ടിയൊന്നും പോരാ, ഇഷ്ടംപോലെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടല്ല. മക്കളെ കൊടുത്തു, സ്വത്ത് കൊടുത്തു, പദവി കൊടുത്തു. പക്ഷേ സുമ്മ എത്തുമോ, എന്നിട്ടും അയാൾ ആഗ്രഹിക്കുന്നു അൻ അസീദ്, എനിക്ക് കൂടുതൽ കിട്ടണം. കല്ലാ ഇന്നഹു കാന ലി ആയാതിന അനീദ, ആ പൂതി വേണ്ട. നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ് അയാൾ. സൗർഹിഖു സൗദ, നാളെ അയാൾ ഒരു മല കയറേണ്ടി വരും. ഏതാ മല എന്നറിയോ? നരകത്തിലെ മലയാണ്. നരകത്തിലുള്ള വലിയ അഗ്നിയുടെ പർവ്വതങ്ങൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? പറ്റിപ്പിടിച്ച് കയറേണ്ടി വരും. ഇന്നഹു ഫക്കർ വ ഖദ്ദർ, അയാൾ ചിന്തിച്ചു, എന്നിട്ട് കണക്കുകൂട്ടി. ഫഖുതില കൈഫ ഖദ്ദർ, തൊലഞ്ഞു പോകട്ടെ, എങ്ങനെയാണ് അയാൾ കണക്ക് കൂട്ടിയത്? സുമ്മ ഖുതില കൈഫ ഖദ്ദർ, വീണ്ടും പറയട്ടെ, അയാൾ തൊലഞ്ഞു പോട്ടെ, എങ്ങനെയൊക്കെയാണ് ആ മനുഷ്യൻ കണക്ക് കൂട്ടിയത്? സുമ്മ നദർ, അയാൾ നോക്കി. സുമ്മ അബസ വബസർ, അയാൾ മുഖം ചുളിച്ചു പറഞ്ഞു. എന്താണ്? അയാൾ മുഖം ചുളിച്ചു, അവജ്ഞ കാണിച്ചു. സുമ്മ അദ്ബറ വസ്തക്ബർ, പിന്തിരിഞ്ഞു, അഹങ്കാരം കാണിച്ചു. ഫഖാല, എന്നിട്ട് പ്രഖ്യാപിച്ചു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുസർ, ഇതൊരു സിഹറാണ്. ഇത് ആളുകളെ വശീകരിച്ച് കളയുന്ന, സ്വാധീനമുണ്ടാക്കാനിടയുള്ള ഒരു മാജിക് ആണ് ഖുർആൻ. ആ പദത്തിൽ ആളുകൾ എന്തായി പോവും? വശീകരിക്കപ്പെട്ടു പോവും. അത് ദൈവികമൊന്നല്ല. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, അതൊരു മനുഷ്യ വചനം മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹ് ചെയ്യാൻ പോകുന്നത് സൗസുലിഹി സഖർ, അയാളെ സഖർ എന്ന നരകത്തിൽ കരിച്ചു കളയും. 7 തരം നരകമുണ്ട്, അതിലൊന്നാണെന്ത്? സഖർ. വമാ അദറാക മാ സഖർ, സഖർ എന്താണെന്ന് നിനക്കറിയുമോ? ലാ തുബ്ഖി വലാ തദർ, അതൊന്നും ബാക്കിയാക്കുകയോ വിട്ടേക്കുകയില്ല. ആ നരകത്തിൽ ഇട്ടാ പിന്നെ മാംസമോ എല്ലോ ഒന്നും ഉണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല. അത് ഉരുകിപ്പോവും, കരിഞ്ഞു പോവും, പിന്നെയും പഴയതുപോലെ തന്നെ വരും. അതാണ് സഖർ. ലവാഹത്തുലിൽ ബഷർ, തൊലിയെ കരിച്ചു കളയും. അലിഹാ തിസ്അത അശർ, സഖർ എന്ന നരകത്തിന് 19 കാവൽക്കാരായ മലക്കുകൾ, ബലവാന്മാരായ മലക്കുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഖുർആൻ ഒരു മനുഷ്യവചനമാണ് എന്ന് പറഞ്ഞ വലീദ് ബിൻ മുഗീറക്കെതിരെയുള്ള താക്കീതാണ്. കഴിഞ്ഞ ദിവസം പറയുന്നത്, വലീദ് ബിൻ മുഗീറ അവരെന്ത് ചെയ്തു? സൂറത്തുൽ ബഖറയിലെ ആയത്തുകളും കൊണ്ട് ചെന്നു, അല്ലെ? എന്നിട്ട് അതിലെ വൈകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ അടക്കമുള്ള ഇതുവരെന്ന് കൊണ്ടുവരുമോ? ഹൗത്തു ബി സൂറത്തി മിൻ മിസ്ലിഹി, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്ന വെല്ലുവിളി അടക്കം ഉള്ള ആയത്തുകൾ കൊണ്ടുപോയി. അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യകാരൻ, നിമിഷ കവി, അതാണ് ആര്? വലീദ് ബിൻ മുഗീറ. അയാൾ എന്ത് ചെയ്തു? അയാൾ എളുപ്പത്തിൽ ഏറ്റു. അതുപോലെ ഒന്നും ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലാന്ന് അയാൾ കണക്കൂട്ടിയത്. അയാളത് വാങ്ങി വെച്ച് നിങ്ങൾ നാളെ വന്നോളി തന്നെ. പിറ്റേന്ന് അവർ ചെന്ന്, അവിടെ നിങ്ങൾ ഉണ്ടാക്കിയ കവിത അവിടെ, വെല്ലുവിളി സ്വീകരിക്കണമല്ലോ. ആ നാളെ വരും, നാളെ പിന്നെയും പറഞ്ഞു. അന്ന് കൊടുത്തില്ല. പിന്നെ അയാൾ ഒരാഴ്ച അങ്ങനെ പോയി, ഒരു മാസം പോയി, 3 മാസമോ 6 മാസമോ കഴിഞ്ഞിട്ടാണ് അയാൾ അവസാനം ഒരു പേജ് കൊടുക്കുന്നത്. അതുവരെ അയാൾ എന്ത് ചെയ്തിട്ടില്ല?
നാളെ വരും, മറ്റന്നാൾ വരും, അടുത്ത ആഴ്ച വരും, ഇങ്ങനെ പറഞ്ഞേക്കും. ഇവർക്കാണെങ്കിൽ ഇങ്ങനെ ഇയാള് കൈവിട്ടാൽ വേറെ ആരുമില്ല. അവിടെ ഉള്ളതിൽ ഏറ്റവും സാഹിത്യപരമായി ശേഷിയുള്ള ആളാണ് ആര്? വലീദ് ബിൻ മുഗീറ. പ്രത്യേകിച്ച് നിമിഷകവിയാണ്. അപ്പൊ ഗദ്യ സാഹിത്യം കൂടിയും അത് കവിതയും ഗദ്യവും എല്ലാം ചേർത്ത് പറയാൻ പറ്റിയ ആളാണ്. അപ്പൊ അയാള് ഇത് നോക്കി നോക്കി ഇരിക്കാന്നല്ലാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വരി പോലും എഴുതാൻ പറ്റുന്നില്ല. അവസാനത്തെ ദിവസം അയാൾ എന്ത് ചെയ്തു? ഒരു ചുരുള് കൊടുത്തു. ആ ചുരുളും കൊണ്ട് അവർ ഓടിപ്പോയി. അഹങ്കാരത്തോടു കൂടി അബൂജഹലും കൂട്ടരും കഅബാലയത്തിന്റെ പരിസരത്ത് വന്നു. കഅബാലയത്തിന്റെ ചുമരിലെത്തിയപ്പം അവരവിടെ അത് ഒട്ടിക്കാൻ പോവാണ്. എന്തിന്? എല്ലാരും കാണണ്ടേ മുഹമ്മദ് തോറ്റു. എല്ലാരും കൂട്ടം കൂടിയിട്ടുണ്ട്. അവിടെ അവർ നോക്കി, തുറന്നു നോക്കിയപ്പോ എന്താണ്? സൂറത്തുൽ ബഖറ കോപ്പി അടിച്ച് അങ്ങനെ തന്നെ എഴുതിച്ചു. അലിഫ്ലാമീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി അയാൾ എഴുതി കൊടുത്തു. അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കും. അത്ര അയാൾ പരാജയം സമ്മതിച്ചു. ഖുർആന്റെ മുഅ്ജിസത്ത്, ആ ഭാഷാപരമായി സാഹിത്യപരമായുള്ള വെല്ലുവിളിയുടെ മുഅ്ജിസത്ത് ഒന്നാമതായി വെളിപ്പെടുന്ന ദിവസമാണ്. ഇന്നു വരെയും വലീദ് ബിൻ മുഗീറയെക്കാളും വലിയൊരു സാഹിത്യകാരൻ അറബ് സാഹിത്യത്തിൽ വന്നിട്ടില്ല ഇന്ന് വരെ. പക്ഷെ ശ്രമങ്ങൾ പലരും എന്ത് ചെയ്യാറുണ്ട്, നടത്താൻ. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇപ്പോഴും ഈ ക്രിസ്ത്യാനികളുടെയൊക്കെ ഈ ഇസ്ലാമിനെ കളിയാക്കാനും മറുപടി പറയാനൊക്കെ പറയുന്ന ആൻസറിങ് ഇസ്ലാം പോലുള്ള അവരുടെ വെബ്സൈറ്റുകളിലൊക്കെ എന്താണ്, ഖുർആന്റെ വെല്ലുവിളി സ്വീകരിച്ച് അവർ ചില ആയത്തുകളൊക്കെ ഫിറ്റാക്കലുണ്ട്. ചില സൂറത്ത് പാരഡി ഖുർആൻ പോലെ ചില ആയത്തുകൾ അവരെന്ത് ചെയ്യും, കൊടുക്കും. ഒരാഴ്ച കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാൽ അവരെന്നെ അതിലുള്ള ചില ആയത്തുകളൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അവർക്ക് തോന്നി ഇത് പോരാ, ഇത് പോരാ. അപ്പൊ കൊടുത്തത് പോരാന്ന് തന്നെ ആർക്ക് തോന്നുന്നത്? അവർക്ക് തന്നെ തോന്നുന്നത്. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം അള്ളാന്റെ വെല്ലുവിളിയാണ്, അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ പറ്റും. പിന്നെയുള്ള വഴി എന്താ? അയാൾ തോറ്റു എന്നുള്ളത് ഉറപ്പാണ്. പിന്നെയുള്ള വഴി എന്താ? അടുത്ത വഴി എന്താ അറിയോ? പ്രമാണങ്ങളൊന്നും കൊടുക്കാനില്ല, അതിന് നേരിടാനും പറ്റൂല. പിന്നെ അടുത്ത വഴി എന്നാ പിന്നെ അയാളുടെ ഒരു പ്രസ്താവന കിട്ടുമോ നോക്കൂ. 2 മിനിറ്റ് പ്രസംഗം കിട്ടിയതായില്ലേ, ഇവര് ശരിയല്ല, തെളിവൊന്നും വേണ്ട. പിന്നെ സ്വാധീനമുള്ള ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യാൻ, 2 വാക്ക് പറയിപ്പിക്കുക, അവര് ശരിയല്ല. എക്കാലത്ത് ഇന്നും ഇറങ്ങിയൊന്നല്ല. ഇന്നും ഹക്കിനെതിരെ തെളിവുകളുമായി വരാൻ കഴിയാത്തവരെന്താ ചെയ്യല്? ബാത്തിലിന്റെ കൂടെ നിൽക്കുന്ന ഏറ്റവും നല്ല സ്വാധീനവും നാവുള്ള ആൾക്കാരെ സമീപിക്കും. എന്നിട്ട് അവരോട് കെഞ്ചിക്കേണ് പറയും, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളൊന്നും അവരെ പറ്റി ഒരു മോശം വാക്ക് പറയും, ഒരു ശരിയല്ല എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അവരും ജനങ്ങളെ കൈയടി കിട്ടാൻ വേണ്ടിയോ ഉള്ള സ്വാധീനം, ഭൗതികമായ സ്വാധീനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അവസാനം ചെയ്യും. അത് ഇയാൾ ചെയ്തു. ഇയാൾ എന്ത് ചെയ്തത്? അവസാനം പറഞ്ഞു, ഇൻഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ, ഇതൊരു മാജിക്കാണ്, നിങ്ങൾ ഇതിലെന്ത് ചെയ്യണ്ട, വശീകരിക്കപ്പെടേണ്ടതില്ല. ഇൻഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇതെന്താകുന്നു, ഇത് ഖൗലുൽ ബശർ, ഒരു മനുഷ്യന്റെ വാക്ക് മാത്രമാകുന്നു, ഇതൊരു മനുഷ്യന്റെ വാക്ക് മാത്രമാകുന്നു എന്ന് ആര് പറഞ്ഞു? അയാൾ പറഞ്ഞു. അയാൾ പ്രസ്ഥാനം. കുറെ ആളുകൾക്ക് അതുകൊണ്ട് സമാധാനമായി. വലീദ് ബിൻ മുഗീറ പറഞ്ഞല്ലോ എന്ത്, അത് ദൈവിക വചനമല്ല, സമാധാനമായി. വലീദ് ബിൻ മുഗീറ തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള വിഷയം വേറെ, വാക്കുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അത്രയും വലിയ വലിയ ആൾക്കാർ വരെ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയ ടെക്നിക്കൊന്നുമല്ല. സത്യത്തെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ എക്കാലത്തും സ്വീകരിക്കുന്ന ടെക്നിക്കാണെന്ത്, ജനസ്വാധീനമുള്ള ആളുകൾ എടുക്കുന്ന ഒരു പ്രസ്താവന കിട്ടുമോ നോക്കും. എന്നിട്ട് അവരോട് പ്രസ്താവിക്കാൻ പറയുന്നത്, നിങ്ങൾ പറയണം അവര് ശരിയല്ല. അത് പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയല്ല, മുഹമ്മദ് ശരിയല്ല, അയാൾ കൊണ്ടുവരുന്ന ഖുർആൻ ദൈവികമല്ല. പിന്നെന്താണ്? ഇൻഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ, അതെന്താകുന്നു, അതൊരു വശീകരിക്കപ്പെടുന്ന സിഹർ മാത്രമാണ്. ഇൻഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, അതൊരു മനുഷ്യ വചനം മാത്രം. അതിന്റെ പേരിൽ അയാൾക്ക് സഖർ എന്ന നരകത്തിൽ ശരീരമാസകലം ഉരുക്കിക്കളയുന്ന ഏറ്റവും വേദന നൽകുന്ന സഖർ എന്ന നരകത്തിലാണ് വലീദിനെ പിടിച്ചിട്ടത്. അതാ ദർനീ വമൻ ഖലഖതു വഹീദ, വലീദിനെ സൃഷ്ടിക്കുമ്പോൾ ആരുണ്ടായിട്ടില്ല, ഞാൻ തന്നെയുള്ളൂ, അവൻ എന്റെ അടുത്തേക്ക് തന്നെ വിട്ടാൽ മതി. അങ്ങനെയൊക്കെ സൃഷ്ടിച്ച അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത്രയും വലിയ നിഷേധം കാണിച്ചില്ലേ? അള്ളാഹുവിന്റെ താക്കീതാണ്, ഞാൻ അവനെ കൈകാര്യം ചെയ്യും, അവൻ എന്റെ അടുത്തേക്ക് വിടുന്നതാണ് എന്താർത്ഥം, അവൻ ഇങ്ങോട്ട് വിടുന്നതാണ് എന്താർത്ഥം, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന്. അതാണ്. അപ്പൊ ഇതാണ് ഇവിടെയുള്ള അനുഭവം. ഇതാ തുത്തല അലൈഹി ആയാത്തുന ഖാല അസാത്തീറുൽ അവ്വലീൻ, നമ്മുടെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും ഇത് കെട്ടുകഥകളാണ്. അതേ സമാനമായ മറ്റൊരു സംഭവം എന്താണ്, നമുക്ക് ഇനി വിശദീകരിച്ച് ഒന്നുകൂടി പറയാം. അപ്പോ സൂറത്തുൽ മുദ്ദസ്സിർ വായിക്കുമ്പോൾ ആ ചരിത്രം നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ട് വായിക്കാം ഇൻഷാ അല്ലാഹ്. വഖാല തആല ഹാഹുന, അത് കഴിഞ്ഞൂടെ പറയുന്ന വാക്കെന്താ, സനസിമുഹു അലൽ ഖുർതൂം. വസമ എന്ന് പറഞ്ഞാൽ അടയാളം വെച്ചു. നമ്മൾ ഈ ബോർഡുകളൊക്കെ വെക്കൂലെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വസമ എന്ന് പറയാം. അതിൽ നിന്നാണ് സിമത്ത് എന്ന വാക്കുണ്ടായത്, അടയാളം. സീമ എന്നുള്ള വാക്കയിൽ നിന്നുണ്ടായതാ അടയാളം. ഇസ്മ എന്നുള്ള വാക്കയിൽ നിന്നുണ്ടായത്, അതും അടയാള. പേര് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ അടയാളല്ലേ, അതൊക്കെ സിമത്തിൽ നിന്നുണ്ടായതാണ്. അതിന്റെ ഫെയില് വസമ എന്നാണ്. എന്താണ്? വസമ യസിമു.
അടയാളം വെക്കുന്നു. നസിമു നാം അടയാളം വെക്കുന്നു. സ എന്ന് പറഞ്ഞാൽ അത് ഭാവികാല അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാ അടയാളം വെക്കും. പിന്നീട് വഴിയെ നാം സനസിമുഹു അയാൾക്ക് നാം അടയാളം വെച്ചു കൊടുക്കും. പരലോകത്ത് ചെല്ലുമ്പം ഒരു അടയാളം ഉണ്ടാവും. എവിടെ അടയാളം ഉണ്ടാകുക? ആർക്ക്? ഖുർആൻ കെട്ടുകഥയെന്ന് പറഞ്ഞ ആളുകളുടെ ഹുർത്തൂമിൽ അടയാളം ഉണ്ടാവും. അലൽ ഹുർത്തൂം. എന്താ ഹുർത്തൂം എന്ന് പറഞ്ഞാൽ? തുമ്പിക്കൈ, മൂക്കാണ്. മനുഷ്യനെ പറ്റിയല്ലേ, കളിയാക്കാൻ വേണ്ടി ആ തുമ്പിക്കൈ എന്ന് പറഞ്ഞത്. മൂക്കും കൂടി അള്ള പറഞ്ഞുതരാം. അള്ള ഉപയോഗിച്ച വാക്കെന്താണ്? കാരണം നമ്മളെ കളിയാക്കാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നാളെ അള്ളാഹുവിന്റെ അരികിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. അപ്പം പരിഹസിച്ചുകൊണ്ട് അള്ളാഹു ഉപയോഗിച്ചൊരു വാക്കാണെന്ത്? അവന്റെ തുമ്പിക്കൈയിൽ ഞാൻ നാളെ അടയാളം വെച്ചിട്ടാ കൊണ്ടുവരാം. ഖുർആൻ തള്ളിയവനെ നാളെ മഹ്ശറിൽ വരുമ്പം തന്നെ കാണാം, മൂക്കുമ്മൽ എന്തുണ്ടാവും? പ്രത്യേകം അടയാളം ഉണ്ടാകും. അതാണ് സനസിമുഹു അലൽ ഖുർതൂം. ഇബ്നു ജരീർ തബരി അദ്ദേഹം പറഞ്ഞു, സനുബയ്യിനു അംറഹു ബയാനൻ വാദിഹ. അയാളുടെ കാര്യം വ്യക്തമായി നാം പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. ഹത്താ യഅരിഫൂഹു വലാ യഖ്ഫാ അലൈഹിം കമാ ലാ തഖ്ഫാ അലൈഹിം മുസ്ലിമത്തു അൽ ഖറാത്തീൻ. നാളെ ഒരാൾ കടന്നു വരുമ്പോൾ അയാൾ ഖുർആനെ തള്ളിയ ആളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അത് മനസ്സിലാകുന്ന രൂപത്തിലുള്ള എന്തോ ഒരു അടയാളം എന്തോ ആയിക്കോട്ടെ, ആ മൂക്കിന്റെ അടയാളം കാണുമ്പോൾ എല്ലാവർക്കും എന്ത് മനസ്സിലാവും? ഇവൻ ഖുർആൻ തള്ളിയവനാണ്, ഖുർആൻ മനുഷ്യവചനമാണ് എന്ന് പറഞ്ഞവനാണ്, കെട്ടുകഥയാണ് എന്ന് പറഞ്ഞവനാണ് എന്ന് നാളെ അങ്ങനെ അള്ളാഹ് അപമാനിച്ചു കൊണ്ടുവരും. അതാണ് സനസിമുഹു അലൽ ഖുർതൂം. അവരുടെ മൂക്കിൽ തുമ്പിക്കൈയിൽ എന്ത് ചെയ്യും? അടയാളം വെക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് സിമത്ത് അൽ ഖറാത്തീം. ഖറാത്തീം എന്ന് പറഞ്ഞാൽ ഖുർതൂമിന്റെ ബഹുവചനാണ്. വേറെ ചില ആൾ പറഞ്ഞു സിമത്ത് അഹ്ലിന്നാർ, നരകത്തിലെത്തുമ്പോൾ കാണുന്ന അടയാളത്തെ കുറിച്ചുമാകാം. കാരണം വഴിയെ അടയാളം വെക്കുന്നല്ലേ. നുസവ്വിദു വജ്ഹഹു യൗമൽ ഖിയാമ, നരകത്തിൽ വീഴുന്ന എല്ലാവരുടെ മുഖം കറുത്തിട്ടായിരിക്കും. അയാളുടെ മൂക്കും എന്തായിരിക്കും? ഒരു കരിക്കട്ടായിരിക്കും നരകത്തിൽ വീഴുമ്പോൾ. അപ്പൊ തന്നെ അയാൾ ഖുർആൻ തള്ളിയ ആളാണ്, എന്ത് ചെയ്യും? അയാളെ കണ്ടാല് മനസ്സിലാവും. അപ്പൊ നരകത്തിൽ എത്തുമ്പോൾ മൂക്ക് കറുപ്പിച്ച് കളയുന്നതിനെ കുറിച്ചാണ്, കരിക്കട്ട പോലെ ആക്കുന്നതിനെ കുറിച്ചാണ് എന്നും ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂക്ക് എന്നുള്ളത് മുഖത്തിന്റെ ഒരു തഅബീറായിട്ട്, അതിന്റെ വ്യാഖ്യാനമായിട്ട് അങ്ങനെ ഉപയോഗിച്ചല്ലേ. നമ്മൾ വിരലുകൊണ്ട് എഴുതണ, കൈകൊണ്ട് എഴുതിയാൽ വിരലുകൊണ്ട് എഴുതിയതാണ്, മനസ്സിലായില്ലേ? അതേപോലുള്ള ചില ജുസു കുല്ലു ജുസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാനുള്ള അറബി ഭാഷകളിൽ എന്താണ്? ശൈലിയാണ്. ഒരു പാർട്ട് പറഞ്ഞിട്ട് മൊത്തം നമ്മൾ തല എണ്ണാൻ പറയും. നമ്മൾ തലയല്ല എണ്ണിയത്, എത്ര ആള് വന്നിട്ടുണ്ടെന്ന് എണ്ണിയത്. പറയാനുള്ള സൗകര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? തല എണ്ണുക എന്ന് പറയും. എത്ര തല ഉണ്ടെന്നല്ല നമ്മൾ നോക്കിയത്, എത്ര ആളുണ്ട് നോക്കിയത്. അതേപോലത്തെ ഒരു ശൈലിയാണ്. മൂക്കിന് അടയാളം വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഖത്ത് അടയാളം വെക്കുക എന്നാണ് എന്ത് ചെയ്തത്? ഉദ്ദേശിച്ചത് എന്ന് ചില ആളുകൾ, മുഫസ്സിറുകൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണെങ്കിലും ശരി, ഖുർആൻ വെറും കെട്ടുകഥ മാത്രമാണ്, അത് പൂർവികർ പറഞ്ഞ കഥയാണ് എന്ന് പറഞ്ഞ ആളുകൾ നാളെ പരലോകത്ത് വരും, മഹ്ശറിൽ വരുമ്പോഴും നരകത്തിൽ വരുമ്പോഴും അവരുടെ മൂക്കിലോ മുഖത്തോ എന്തുണ്ടാവും? പ്രത്യേക അടയാളം കൊണ്ട് അവരെ അപമാനിക്കും, വഷളാക്കുന്ന അടയാളായിരിക്കും. സനസിമുഹു, നാം അവന് അടയാളം വെക്കും. അലൽ ഖുർതൂം, അവന്റെ ആ തുമ്പിക്കൈക്ക്, അവന്റെ ആ മൂക്കിന് നാം അടയാളം വെക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഒരു ഉദാഹരണം. ഈ നിഷേധവും അള്ളാഹുവിനെ തള്ളലും ഒന്നും ഇപ്പുണ്ടായതല്ല, പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ തള്ളിയ ഒരു സമൂഹത്തിന്റെ ചരിത്രമാണ് ഇനി പറയുന്നത്. ഞാൻ മുഴുവൻ ഓതിയിട്ടില്ല, ഓതിയർത്തോളം നമുക്ക് പറയാം. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇത് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. നിഷേധികളുടെ സമ്പാദ്യം, ഖുർആൻ തള്ളുന്ന ആളുകൾ സമ്പാദിച്ചു കൂട്ടുന്നത് നാളെ പരലോകത്ത് എങ്ങനെ ഉണ്ടാവുമെന്നാണ് ഒരു ഉദാഹരണത്തോടെ പറയാൻ പോണം. കുറെ സമ്പാദിച്ചിട്ടുണ്ടാവും, അവിടത്തെ കാണൂ. നിഷേധികൾ ചിലപ്പം സദഖ കൊടുത്തിട്ടുണ്ടാവും, അവര് രോഗികൾ ശുശ്രൂഷിച്ചിട്ടുണ്ടാവും, അവര് കുട്ടികൾക്കും കുടുംബത്തിനും ചെലവിനെടുത്തിട്ടുണ്ടാവും. പുറമേ നല്ല കാര്യങ്ങൾ ഒരുപാട് അവർ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ കാഫറുകൾ ചെയ്തിട്ടില്ലേ അല്ലേ? അടിമത്തത്തിൽ കിടക്കുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങാൻ വേണ്ടി യത്നിച്ച പുണ്യപ്രവർത്തനങ്ങൾ വരെ ചെയ്ത നിഷേധികൾ, സത്യനിഷേധികളുണ്ട്, ഷഹാദത്തിലുമില്ലാത്തവർ. അതിന്റെയൊക്കെ അവസ്ഥ എന്തായാലും അതൊരു പരലോകം ലക്ഷ്യം വെക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് അതൊന്നും പരലോകത്തെത്തൂല. അതിന്റെ ഒക്കെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് പ്രവർത്തിച്ചാലും അതിന്റെ അവസ്ഥ എന്താ? ഖദിംനാ ഇലാ മാ അമിലു ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവരുടെ പ്രവൃത്തിയിലേക്ക് നാം കടന്നു ചെന്നു, അത് പാറിപ്പറക്കുന്ന പൊടിയായി മാറി. അള്ളാഹുവെ എന്ന് വിളിക്കുന്നതിന് പകരം മൊയ്തീൻ ശൈഖ് എന്ന് വിളിച്ചാൽ, ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, സൃഷ്ടികളെ വിളിച്ചാൽ എന്താ അതിന്റെ കഥ? അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ചെന്നാൽ
എന്തുണ്ടാവില്ല? പരലോകത്ത് എന്നാൽ ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല. പരലോകത്ത് എന്നാൽ ഒരു സംഗതിയും അവർക്ക് എന്തിനു കിട്ടൂല? പെണ്ണീരായി പോയിട്ടുണ്ടാവും. ഏതുപോലെ? ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്ന പോലെ. അതാണ് മനസ്സിൽ വെക്കേണ്ടത്. അതാണ് ഇവിടെ തലക്കെട്ട് കൊടുത്തത്, മസലുൽ ലിദഹാബി കസ്ബിൽ കുഫാരി. കാഫറുകളുടെ സമ്പാദ്യം തുലഞ്ഞു പോകുന്നത് എങ്ങനെ എന്നതിന്റെ ഉദാഹരണം. കാഫറുകൾ എന്ത് സമ്പാദിച്ചിട്ടും കാര്യമില്ല പരലോകത്തേക്ക് വേണ്ടി, ഒന്നും എത്തൂല. ആളുകൾ ദുനിയാവിൽ നല്ല കാര്യം എന്ത് നല്ല കാര്യമാണ് കാഫറാണുകൾ ചെയ്ത്, എന്ത് നല്ല കാര്യം ചെയ്യും. പക്ഷെ പരലോകത്ത് എത്തുമോ? എത്തൂല. അതിന്റെ ഒരു ഉദാഹരണം പറയാൻ പോവാണ്. എന്താ ഉദാഹരണം? ആദാ മസലുൻ ലറബഹുല്ലാഹു തആല ലി കുഫാരി ഖുറൈശ്. ഖുറൈശി കാഫറുകളെ ഉദാഹരിച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു. ഫീമാ ഉഹ്ദിയ ഇലൈഹിം, അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, മിന റഹ്മത്തിൽ അളീമ, മഹത്തായ ഒരു കാരുണ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ? അതേപോലെ തന്നെ അഹ്ദായിലേഹിം, അള്ളാഹു അവർക്ക് നൽകി, മിന റഹ്മത്തിൽ അളീമ, മഹത്തായ കാരുണ്യം, വഅഅ്താഹും മിന നിഅമത്തിൽ ജസീമ, വലിയ നിഅമത്ത് അള്ളാഹു അവർക്ക് നൽകി. എന്താ? ഖുറൈശി കുഫാറുകൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് എന്താ? വഹുവ ബിഅസത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈഹിം, അവരിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം. പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചു എന്നുള്ളത് അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ്. പക്ഷേ ഫഖാബലൂഹു ബിത്തക്ദീബ്, കളവാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ അവർ നേരിട്ടത്. വറദ്ദി, തള്ളിക്കൊണ്ടാണ് നേരിട്ടത്. വൽ മുഹാറബ, പോരാട്ടം നടത്തി കലഹിച്ചുകൊണ്ടാണ് അവർ റസൂലിനെ നേരിട്ടത്. വലിഹാദ ഖാല തആല, അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഇന്നാ ബലൗനാഹും, തീർച്ചയായും നാം അവരെ പരീക്ഷിച്ചു. ആരെ പരീക്ഷിച്ചു? കുഫാർ ഖുറൈശിനെ അള്ളാഹ് പരീക്ഷിച്ചു. എങ്ങനെ? അതാ ഇഖ്തബർനാഹും, ഇഖ്തബറന പരീക്ഷിച്ചു. പ്രവാചകന്മാരെ അയച്ച അവരെന്ത് ചെയ്യാണ്? അള്ളാഹ് പരീക്ഷിക്കാണ്. പ്രവാചകന്മാരെ അവർ പിൻപറ്റുമോ തള്ളുമോ? അതല്ല പരീക്ഷണ വിഷയം. ആരാണ് പിൻപറ്റുന്നത്, ആരാണ് തള്ളുന്നത്? അങ്ങനെ ഇന്നാ ബലൗനാഹും, തീർച്ചയായും നാം അവരെ പരീക്ഷിച്ചു. ബലാ യബ്ലി, എന്താർത്ഥം? പരീക്ഷിച്ചു. ബലാ എന്താണ്? ബലാവ് മുസീബത്ത് എന്ന് പറയല്ലേ, പരീക്ഷണം, വിപത്ത്. ഇനി നമ്മൾ വണ്ടിയും വലയും എന്ന് പറഞ്ഞാൽ സംഗതി വണ്ടിയും ബലയും എന്നാണ്. ബലയാണ്. ബല എന്താ? ബല പരീക്ഷണം. മനസ്സിലായില്ലേ? അപ്പം എന്താണ്? ഇന്നാ ബലൗനാഹും, അവരെ നാം പരീക്ഷിച്ചു തീർച്ചയായും. ആരെ? മുശ്രിക്കുകളെ, ഖുറൈശി മുശ്രിക്കുകളെ. ഏത് പ്രകാരം? കമാ ബലൗന, നാം പരീക്ഷിച്ചതുപോലെ. കമാ ബലൗന, നാം പരീക്ഷിച്ചതുപോലെ. ആരെ? അസ്ഹാബൽ ജന്ന, തോട്ടക്കാരെ. ഒരു തോട്ടക്കാരെ കഥയാ പറയാൻ പോകുന്നത്. അസ്ഹാബുൽ ജന്ന എന്ന് എന്താണ്? സ്വർഗക്കാരല്ല, ഒരു നരകക്കാരാണ്. തോട്ടക്കാർ. ഒരു തോട്ടമുള്ള അവർക്ക് ദുനിയാവിൽ എന്ത് ചെയ്തിരുന്നു? കൊടുത്തിരുന്നു. അതിന്റെ ആൾക്കാരായതുകൊണ്ട് അവരെ പറ്റി എന്ത് പറഞ്ഞു? അസ്ഹാബുൽ ജന്ന. ഒരു വാപ്പ മരിച്ചപ്പോ എന്താണ്? കുറച്ച് മക്കൾക്ക് ഒരു വലിയ തോട്ടം കിട്ടി, ഇഷ്ടം പോലെ വിളവുള്ള ഒരു തോട്ടം അവരുടെ കയ്യിലേക്ക് കിട്ടി. ആ മക്കളെ കുറിച്ചാണ് ഇവിടെ എന്ത് പറഞ്ഞത്? വാപ്പ നല്ല വാപ്പയാണ്. മക്കളെ കഥ എന്താണ്? അവരുടെ കഥ പറയാൻ പോവാണ്. കമാ ബലൗന അസ്ഹാബൽ ജന്ന, തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ. അവർക്ക് നല്ല വിളവ് കൊടുത്തിട്ടാണല്ലോ പരീക്ഷിച്ചത്. പക്ഷെ ആ വിളവിനോട് കാണിക്കേണ്ട മര്യാദ അവർ കാണിച്ചോ? ഇല്ല. മക്കയിലെ ഖുറൈശികളോ, കാഫറുകളായ ഖുറൈശികളോ, അവർക്കല്ല ഏറ്റവും വലിയ നിയമത്തെ ആ തോട്ടം കൊടുത്തമാര് എന്താ കൊടുത്തത്? ഹിദായത്താണ് കൊടുത്തത്, ബിഅസത്തും കൊടുത്തു, ഹിദായത്തിന്റെ ആശയം കൊടുത്തു, പ്രവാചകനെയും കൊടുത്തു. പക്ഷെ ആ പ്രവാചകനോട് അവർ നീതി പുലർത്തിയോ? ഇവര് തോട്ടത്തിന്റെ കാര്യത്തിൽ കാണിച്ച അബദ്ധം പ്രവാചകന്റെ കാര്യത്തിൽ ആരും കാണിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിൽ മക്കയിലെ കുഫാറും കാണിച്ചു. അതാണ് അവരെ പോലെ ഇവരെയും പരീക്ഷിച്ചു എന്നാണ്. എന്താ അവരുടെ വിഷയം? ഇത് അഖസമ, സത്യം ചെയ്തു. അവർ സത്യം ചെയ്തു പറഞ്ഞു. ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ, സറമ, അടിയോടെ കൊയ്തു. സറമ എന്നാണ് എന്താ അർത്ഥം? കൊയ്തെടുത്തു. മരടടക്കം കൊയ്തെടുക്കുന്നതിന് എന്താ പറയാ? സറമ എന്ന് പറയാം. യസ്രിമു, അതിന്റെ മുതാരി കൊയ്തെടുക്കുന്നു. അതിന് കൂടെ സഖീലയുടെ നൂന് വന്നിരിക്കുക, തീർച്ചയായും അർത്ഥം. യസ്രിമുന്ന എന്ന് പറഞ്ഞാ തീർച്ചയായും കൊയ്യും. ഇനി ഒരു ഫീലിന്റെ മുതാരിയായ ഫിലിം ഇല്ലാന്ന് വന്നാലും തീർച്ചയായും. അപ്പൊ രണ്ട് തീർച്ച ഉണ്ടെങ്കിൽ അത്ര ഉറപ്പാണ്. തീർച്ചയായും കൊയ്യുക തന്നെ ചെയ്യും. തീർച്ചയായും കൊയ്യുക തന്നെ ചെയ്യും. ലയസ്രിമുന്നഹ, തീർച്ചയായും നാം അത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും. തോട്ടമുണ്ടല്ലോ, തോട്ടത്തിൽ ധാന്യങ്ങളായിരിക്കും. ഗോതമ്പ്, വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് അല്ലെങ്കിൽ മുന്തിരി. പല തഫ്സീറുകളിലും മുന്തിരിയാണെന്ന് പറയുന്നത്. അപ്പൊ മുന്തിരി ഇങ്ങനെ എന്ത് ചെയ്യാണ്? വളഞ്ഞു നിൽക്കാൻ. ആ മുന്തിരി വളഞ്ഞു നിൽക്കുന്ന തോട്ടം കണ്ടപ്പം അതിന്റെ തലേന്നൊക്കെ ഈ തോട്ടം കണ്ടുപോയ ആൾക്കാരാണ്. അവരെ തോട്ടല്ലേ,
കൊയ്യാനായി ഇങ്ങനെ ദിവസം ഇങ്ങനെ കാത്തു നിൽക്കാണ്. ഇത് കൊയ്ത് വിറ്റിട്ട് വേണം വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ. മനസ്സിലായില്ലേ? ആ സമ്പത്തുകൊണ്ട് എത്രയും കാലം അവർ ജീവിച്ചതും അവർ ധനാഢ്യരായി നിലനിൽക്കുന്നതും. അപ്പം അവനാന്റെ സ്വത്ത്, അവനാന്റെ പറമ്പ്, അവിടെ വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിവള്ളികൾ അല്ലെങ്കിൽ ഗോതമ്പ് എന്താവട്ടെ, അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അയാൾക്ക് തോന്നും ഞാനിത് കൊയ്യ തന്നെ ചെയ്യും. പക്ഷെ ഇതിന്റെ ഉടമസ്ഥൻ അവനല്ല എന്നുള്ളവൻ അറിയണ്ടേ? നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാണെങ്കിലും യഥാർത്ഥ ഉടമസ്ഥൻ ആരാ? നമ്മളെ സ്വത്തിന്റെ അള്ളല്ലേ. അള്ള സമ്മതിച്ചാലേ കൊയ്യാൻ പറ്റുള്ളൂ. അള്ളാനെ മറന്ന് കൊയ്യാൻ പോയാൽ എന്താ സംഭവിക്കുക? ഈ തോട്ടക്കാർക്ക് സംഭവിക്കും. എന്തായിരിക്കും ഇത്? അക്കസമ, അവർ ഉറപ്പിച്ചു പറഞ്ഞു. അക്കസമ ആണയിട്ട് പറഞ്ഞു. അക്കസമാ രണ്ടാള് പറഞ്ഞു. അക്കസമു അവരെല്ലാരും, മക്കൾ കുറെ ഉണ്ട്, എല്ലാ മക്കളും എന്ത് ചെയ്തു? ആണയിട്ട് പറഞ്ഞു. ലയസ്രിമുന്നഹ, ആണയിട്ട് പറഞ്ഞു തന്നെ തന്നെ ഉറപ്പാണ്. അപ്പൊ അത്രയും ഉറപ്പിച്ചും തറപ്പിച്ചും ഇൻഷാ അല്ലാഹ് അല്ലാതെ അവർ പറയാണെന്ത്? ഞങ്ങൾ ഇത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും മുസ്ബിഹി, നേരം പുലരുന്നവരായി. അപ്പൊ ഞങ്ങൾ നേരം വെളുക്കുമ്പോഴേക്കും ഒരൊറ്റ കുരു ബാക്കി, ഒരു പഴം ബാക്കിയില്ല, ഞങ്ങൾ എന്തുണ്ടാവും? കൊയ്തെടുത്തിട്ടാവും എന്നവർ പറഞ്ഞു. മുസ്ബിഹി എന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്യുന്നവരുടെ അർത്ഥമല്ലോ. അസ്ബഹ യുസ്ബിഹു ഇസ്ബാഹൻ ഫഹുവ മുസ്ബിഹ്. അസ്ബഹ എന്ന് പറഞ്ഞാൽ രാവിലെ ആയി. രാവിലെ എന്തായി? യസ്രിമുന്ന എന്നുള്ളതിന്റെ മുസ്ബിഹീനാണ്. രാവിലെ കൊയ്തെടുക്കും. അപ്പൊ രാവിലെ അവർ കൊയ്തെടുക്കുക തന്നെ ചെയ്യുമെന്ന് സത്യം ചെയ്ത ഒരു തോട്ടക്കാരെ പരീക്ഷിച്ച പോലെ അള്ളാഹു ആരെയും പരീക്ഷിച്ചു? മക്കയിലുള്ള ഖുറൈശി കുഫാറുകളെയും പരീക്ഷിച്ചു എന്നാണ്. ഇന്നാ ബലൗനാഹും ഐ ഇഖ്തബർനാഹും, അവരെ പരീക്ഷിച്ചു. കമാ ബലൗന അസ്ഹാബൽ ജന്ന വഹിയൽ ബുസ്താൻ, അതൊരു തോട്ടമാണ്. അൽ മുസ്തമിലു അല അൻവാഇ സിമാരി വൽ ഫവാക്കിഹ്, പലയിനം പഴങ്ങളും കനികളുമുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ധാന്യങ്ങളായിക്കൊള്ളണമെന്നില്ല. മുന്തിരിയാണെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. ചിലപ്പോൾ മുന്തിരി മാത്രമാവില്ല, ഈത്തപ്പഴം ഉണ്ടാവും, വേറെയും പലതും ഉണ്ടാവും. പലതരം കനികളും പഴങ്ങളും നിറഞ്ഞു നിൽക്കുന്ന തോട്ടം. ഇത് അക്സമൂല യസ്രിമുന്നഹ മുസ്ബിഹീൻ, ഐ അതായത് ഹലഫു, അവർ സത്യം ചെയ്തു, ഫീമാ ബൈനഹും അവരുടെ മുന്നിലുള്ളതിൽ, ലയജുസുന്ന സമറഹ ലൈല, രാത്രി വന്ന് ഞങ്ങൾ അതിന്റെ പഴം പറിച്ചെടുക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇരുട്ടത്തിന് വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പഴം പറിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് അവർ സത്യം ചെയ്തു. ലിഅല്ലാ യഅലമ ബിഹിം ഫഖീർ, ഒരു ഫക്കീറും അറിയാതെ കണ്ട്. എന്തിനാ രാത്രി പറിച്ചെടുക്കുന്നത്? പകലെടുത്താ പോയി. സാധാരണ വിളവെടുക്കൽ പകലല്ലേ. ഇവരെന്നെ രാത്രി വിളവെടുക്കാൻ പോണത്? പകലെടുത്താല് അത് കാണാൻ വരുന്ന അപ്പൊ കൂട്ടി നിൽക്കുന്ന സ്ഥിരമായിട്ട് വാപ്പ എന്ത് ചെയ്യാറുണ്ട്? കൊയ്ത്തിന്റെ ദിവസം ഒരു ഓഹരി പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കും. വാപ്പ എന്ത് ചെയ്യാറുണ്ട്? ആ വിളവിന്റെ ഒരു ഓഹരി അപ്പൊ തന്നെ എന്ത് ചെയ്യും? വിളവിന്റെ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? കൊയ്തെടുക്കുമ്പോൾ തന്നെ കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ആ കൊയ്തെടുത്തു കഴിഞ്ഞാൽ ആ സക്കാത്തിന്റെ ഓഹരി മാറ്റി വെച്ച് ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരുടെ വാപ്പ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് സക്കാത്തിന് അവകാശപ്പെട്ടവരൊക്കെ പരിസരത്തുണ്ടാവും. കാരണം എന്താണ്? അയാൾ കൊയ്യുന്ന ദിവസമായി ഇന്ന് കിട്ടും ആർക്കറിയാം? പാവങ്ങൾക്ക് അറിയാലോ. സ്വാഭാവികമായിട്ട് അവരവിടെ വന്നു നിൽക്കും, അല്ലെങ്കിൽ വരാത്തവർക്ക് അവർ കൊണ്ട് എത്തിച്ചു കൊടുക്കും. ആ വന്നു നിൽക്കുന്ന ആളുകൾക്ക് വന്നാൽ കൊടുക്കേണ്ടി വരും എന്തെങ്കിലും. അത് കൊടുക്കാതിരിക്കാൻ അവരെണീറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? കൊയ്തെടുക്കും. അതാണ് അവരറിയാതെ കൊയ്തെടുക്കും എന്നുള്ള ആൾക്ക് അത് രാത്രി വരുന്ന പറഞ്ഞത്. വരാത്തായാലും ചോദിച്ചു വരുന്നവനോ ഒരു ഫക്കീറോ എന്തിനാണെന്നറിയോ? ലിയതവഫറ സമറുഹ അലൈഹിം, അതിന്റെ കനി അവർക്ക് തന്നെ പൂർണ്ണമായി കിട്ടാൻ വേണ്ടി. ഒരു ചുള പോലും ആർക്ക് കൊടുക്കരുത്? ഫക്കീറിന് കൊടുക്കരുത്. മുഴുവൻ അവർക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് നേരത്തെ വന്ന് കൊയ്തെടുത്തു പോകുന്നത്. വലാ യതസദ്ദഖു മിൻഹു ബിശൈഇ, അതിൽ നിന്ന് ഒട്ടും സക്കാത്ത് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ അടുത്ത ആയത്തിൽ എന്ത് പറഞ്ഞത്? വലാ യസ്തസ്നൂൻ, വലാ യസ്തസ്നൂൻ. ഇസ്തസ്ന എന്ന് പറഞ്ഞാൽ ഒഴിച്ചു നിർത്തി. നിങ്ങൾ മുസ്തസ്ന എന്ന് കേട്ടിട്ടുണ്ടാവും. ഇല്ല കൊണ്ട് ഒഴിച്ചു നിർത്തുക എന്നൊരു പ്രയോഗമുണ്ട് ഗ്രാമറിൽ. അതായത് ഒരു സംഗതി പറയും, എന്നിട്ട് അതിൽ നിന്ന് വേറെ ചിലതിനെ ഒഴിച്ചു നിർത്തും. ഏതുപോലെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ ഒന്നുമില്ല എന്ന് പറഞ്ഞു, പക്ഷെ അള്ളാഹിനെ ഒഴിച്ചു നിർത്തി. അതിനകത്ത് അള്ളാഹ് മാത്രമേ ഉള്ളൂ. ആ ഒഴിച്ചു നിർത്താൻ നമ്മൾ ഉപയോഗിച്ച വാക്കെന്താ? ഇല്ല. അതിന് മുസ്തസ്ന എന്ന് പറയാം. ഒഴിച്ചു നിർത്താം. എന്താണ് അതിനർത്ഥം? ഒഴിച്ചു നിർത്താം. അപ്പം വലാ യസ്തസ്നൂൻ, അവർ മാറ്റി നിർത്തുന്നില്ല, ഒഴിച്ചു നിർത്തുന്നില്ല എന്നാ. മുഴുവൻ ഞങ്ങൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞപ്പോ അവർ ലേശം ഒഴിച്ചു വെക്കേണ്ടിയിരുന്നു. എന്ത്? കുറച്ച് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് എന്നവർ പറയേണ്ടതായിരുന്നു. അവരോ പറഞ്ഞോ? അത് പറയാത്തോണ്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? വലാ യസ്തസ്നൂൻ, അവർ മാറ്റി വെച്ചില്ല. വലാ യസ്തസ്നൂൻ എന്നുള്ള വാക്കിനർത്ഥം അവർ മാറ്റി വെച്ചില്ല, അവർ ഒഴിച്ചു നിർത്തുന്നില്ല. ഏത്? അതിന്റെ ഫക്കീർമാർക്കുള്ള ഓഹരി അവരെന്ത് ചെയ്തിട്ടില്ല? മാറ്റി വെച്ചിട്ടില്ല. അതാണ് വലാ യസ്തസ്നൂൻ എന്ന് പറഞ്ഞത്. ഐ ഫീമാ ഹലഫു ബി, അവർ സത്യം ചെയ്തപ്പോ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഞങ്ങൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ?
നേരം വെളുക്കുമ്പോ അതിനു മുമ്പായി ഞങ്ങൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? പാവപ്പെട്ടവർക്കുള്ളത് ഞങ്ങൾ വേറെ വെക്കും എന്നുകൂടി പറയേണ്ടതായിരുന്നു, അള്ളാനെ ഓർക്കേണ്ടതായിരുന്നു. പക്ഷെ അതവർ ചെയ്തില്ല. വലിഹാദ ഹന്നസഹുമുല്ലാഹു ഫീ അയ്മാനിഹിം, അതുകൊണ്ട് അവരുടെ സത്യത്തെ അള്ളാഹ് ശിഥിലമാക്കി കളഞ്ഞു. അള്ളാഹ് എന്ത് ചെയ്ത് കളഞ്ഞു? അത് അവർ വിചാരിക്കാത്ത രൂപത്തിൽ അതിനെ തകർത്ത് കളഞ്ഞു. ഹന്നസ എന്ന് പറഞ്ഞാൽ, ഹിൻസ് എന്ന് പറഞ്ഞാൽ മോശം എന്നാ, പാപം എന്നൊക്കെ അർത്ഥം. അള്ളാഹ് അതിനെ ശിഥിലമാക്കി. അവരുടെ സത്യം അവർക്ക് പുലർത്താൻ കഴിഞ്ഞോ? അള്ളാഹ് അതിനെ അനുവദിച്ചോ? ഇല്ല. അതാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ടോ ഫഖാല തആല, അള്ളാഹ് പറഞ്ഞു, ഫതാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക് വഹും നായിമൂൻ. എന്താ സംഭവിച്ചത്? താഫ അലൈഹ എന്ന് പറഞ്ഞാൽ അസാബത്ത്ഹ, ബാധിച്ചു. താഫ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ബാധിച്ചു. താഫ ബാധിച്ചു. അലൈഹ, അതായത് അലൈഹ എന്ന് പറഞ്ഞാൽ അതിൽ എന്ന ആ തോട്ടത്തിൽ, ആ വിളവിൽ എന്ത് ചെയ്തു? ബാധിച്ചു. താഫ, ശരിക്ക് താഫ എന്ന് പറഞ്ഞാൽ വലയം ചെയ്തു എന്നാണ്. തവാഫ് അല്ലെ? ഒരാളെ വലയം ചെയ്യുന്ന അയാളെ ബാധിക്കുക തന്നെയാണ്. വലയം ചെയ്യാൻ എന്താ ഉദ്ദേശിക്കുന്നത്? അയാളെ ബാധിക്കുക തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അതാണ് ഫതാഫ അലൈഹ, ആ തോട്ടത്തിന്മേൽ ബാധിച്ചു. എന്താ ബാധിച്ചത്? ത്വായിഫുൻ. ത്വായിഫുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്ന ആഫത്തുൻ സമാവിയത്തുൻ. ആഫത്തുൻ സമാവിയ, ആകാശത്തു നിന്നുള്ള ഒരാപത്ത്. നമ്മൾ മലയാളത്തിൽ ആപത്ത് എന്ന് പറയുന്നില്ലേ, അത് അറബിയാണ് വാക്ക്. അറബിയിൽ എന്താ പറയാ? ആഫത്ത്. ഇപ്പൊ നാവിന്റെ വിപത്തുകൾക്ക് അറബിയിൽ ആഫാത്തു ലിസാൻ എന്ന് പറയാം. ആഫത്തിന്റെ ബഹുവചനാണെന്ത്? ആഫാത്ത്. ആ ആഫത്താണ് നമ്മൾ പിന്നെന്താക്കി മാറ്റിയത്? ആപത്താക്കി മാറ്റിയത്. ആ അറബിയാണ് വാക്ക്. അറബിയിൽ എന്താ പറയാ? ആഫത്ത്, മുസീബത്ത് എന്നാ അതിന്റെ അർത്ഥം. എന്താ ആഫത്ത്? ആപത്ത് തന്നെ, വിപത്ത്. ഇപ്പൊ താഫ അലൈഹ തായിഫുൻ, ഒരു തായിഫ് അവരെ വലഞ്ഞു, ഒരു വിപത്ത് അവരെന്ത് ചെയ്തു? ശരിക്കും അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഗണത്തിൽപ്പെട്ട ഒരു ശിക്ഷയാണ് തായിഫ്. ഒരു തായിഫ് ഒരു സമൂഹത്തിന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ, ഒരു ചുറ്റിപ്പുതിയൽ അവരെ പൊതിഞ്ഞു പറഞ്ഞാൽ അള്ളാഹിന്റെ ശിക്ഷ, ആകാശത്ത് ശിക്ഷ വന്നിറങ്ങാൻ ഇടിയെട്ടിയതാവും, അല്ലെങ്കിൽ ചരൽ വർഷമാകും, അല്ലെങ്കിൽ പേമാരിയാകും. ആകാശത്തു നിന്നുള്ള എന്തോ ഒരു ശിക്ഷ എന്ത് ചെയ്തു? മിക്കവാറും അത് നല്ല മിന്നലും ഇടിയും വന്നിട്ട് എന്താണ്? കത്തിപ്പോയതായിരിക്കും, ചാരമായി. മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ ആകാശ സമാവീയത്തായി, ആകാശത്തു നിന്ന് വന്ന ഒരാപത്താണ് ആഫത്തുൻ സമാവീയത്തുൻ. അപ്പൊ എന്തായി? ഫതാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു വിപത്ത് അതിന്മേൽ ബാധിച്ചു. എപ്പോൾ? വഹും നായിമൂൻ, അവർ ഉറങ്ങുന്നവരാണ്. നാമയനാമു, ഉറങ്ങി. നായിമൂൻ, ഉറങ്ങുന്നവർ. നായിമുൻ, ഉറങ്ങുന്നവൻ. നായിമൂൻ, ഉറങ്ങുന്നവർ. അവർ ഉറങ്ങുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ആകാശ വിപത്ത് അതിൽ വന്നു പതിക്കുകയുണ്ടായി. അവർ ഉറങ്ങുന്ന സമയത്ത് മുഹമ്മദ് നബി പറയാണ്, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു വിപത്ത് ആ സമൂഹത്തിന്റെ, ആ കൃഷിയുടെ, ആ തോട്ടത്തിന്റെ മുകളിൽ വന്നെന്ത് ചെയ്തു? ബാധിച്ചു. അള്ളാഹു ഒരു ശിക്ഷ വന്നിറക്കി. സക്കാത്ത് കൊടുക്കൂലെന്ന് തീരുമാനിച്ചിട്ടാണ് അവർ പോയത്. പാവപ്പെട്ടവർക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്? പോയത്. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കാതെ കണ്ട്, അതാണ് വല ഇസ്തത്തിനും. അങ്ങനെ അവർ പോയപ്പോ അള്ളാഹ് എന്ത് ചെയ്തു? രാത്രി തന്നെ ഒരു ശിക്ഷ ഇറക്കി. ശിക്ഷ ഇറക്കിയപ്പോ എന്താ സംഭവിച്ചത്? അത് സ്വരീമ് പോലെ ആയിത്തീർന്നു. സ്വരീം എന്ന് പറഞ്ഞാൽ അല്ലൈലുൽ അസ്വദ്, കൂരിരുട്ടുള്ള രാത്രി. രണ്ടർത്ഥം കേട്ടോ. സ്വരീമിന് കൊയ്തെടുക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട്. നേരത്തെ അല്ല യസ്രി മുന്നഹ എന്നല്ലേ? സറമ കൊയ്തെടുത്തു, ഹസദ എന്നർത്ഥം. യസ്രി മുന്നഹ എന്നല്ല നേരത്തെ? മുസ്ബിഹീൻ കൊയ്തെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ സ്വരീം എന്ന് പറഞ്ഞാൽ മസ്റൂം, ഫായിൽ വസന് മഫൂൽ വസന്റെ അർത്ഥം ഉണ്ടാകുക സാധാരണഗതിയിൽ. മനസ്സിലായില്ലേ? അതായത് കൊയ്തെടുക്കപ്പെട്ടത് എന്നർത്ഥം വരും. എന്താർത്ഥം വരിക? ഒരർത്ഥം അത് കസ്വരീം, കൊയ്തെടുക്കപ്പെട്ടതുപോലെ. ഇവര് ചെന്ന് നോക്കിയപ്പോ വേറെ ആരോ കൊയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കൊയ്തോന്നല്ല, പോയതാണ്. മനസ്സിലായില്ലേ? അത് കത്തിച്ചു കളഞ്ഞാണ് ആകെ. എന്താ? അസ്ബഹത്ത്, അത് ആയിത്തീർന്നു. നേരം വെളുത്തപ്പോ ഏത്? അവരുടെ തോട്ടം എന്തായിത്തീർന്നു? കസ്വരീം, കൊയ്തെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. സ്വരീമിന് വേറൊരർത്ഥമുണ്ട്, അല്ലൈലുൽ മുളിലിം, കൂരിരുട്ടുള്ള രാത്രി. അവര് ചെന്നപ്പോ രാത്രി പോലെ കിടക്കുകയാണ്, അങ്ങനെ കരിഞ്ഞു കിടക്കുന്നു. എന്ത്? ഈ തോട്ടം. അത് രണ്ടാണെങ്കിൽ അവിടെ കുഴപ്പമില്ല. മനസ്സിലായില്ലേ? രണ്ടർത്ഥാണെങ്കിൽ അവിടെ പ്രശ്നമില്ല. ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞത് കല്ലൈലിൽ അസ്വദ് എന്ന. ഖുർആൻ വ്യാഖ്യാതാവ് എന്നറിയപ്പെടുന്ന സ്വഹാബി ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞ എന്താണ്? സ്വരീം എന്ന് പറഞ്ഞാൽ
രാത്രി എന്നാണ്. നമ്മൾ തഫ്സീറുകളിലൊക്കെ കാണാൻ, തർജ്ജമകളിലൊക്കെ കാണുന്നതാണ് കൊയ്തെടുക്കപ്പെട്ടതെന്നാണ്. അതുകൊണ്ടാണ് രണ്ടും ഞാൻ പറഞ്ഞ അർത്ഥമുണ്ട്. ഇവിടെ രാത്രി പോലെ ഒരു ഉപമയാണല്ലോ, രാത്രി പോലെ എന്തായി, അതായി തീർന്നു. സൗരി, ഇമാം സൗരി, സുദ്ദി ഇവരൊക്കെ പറഞ്ഞത്, ഒരാള് തബൗത്താബി, ആളുടെ താബിയാണ് പറഞ്ഞത് മിസ്ല സറഇ ഇദാ ഹുസിബ്, കൊയ്തെടുക്കപ്പെട്ട കൃഷി പോലെ. അപ്പൊ രണ്ടും പറഞ്ഞിട്ടുണ്ട്. കൊയ്തെടുക്കപ്പെട്ടതെന്നും എന്തിട്ടുണ്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതാ മിസ്ല സറഇ ഇദാ ഹുസിബ, കൊയ്തെടുക്കപ്പെട്ട കൃഷി പോലെ. ഐ ഹഷീമൻ യബസൻ, അതായത് ഉണങ്ങിയ വൈക്കോല് പോലെ. ഹഷീം എന്നാണ് വൈക്കോല്, യബസൻ അതാണ്. ഇവർ ചെന്നപ്പോ നല്ല ഉണങ്ങിയ കരിഞ്ഞു കിടക്കുന്ന വൈക്കോല് മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത് അത് ധാന്യങ്ങളാവാം, ഗോതമ്പാകാം. പക്ഷെ ഫവാക്കിഹ് എന്നുള്ള വിശദീകരണമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മിക്ക മുഫസ്സിറുകളും എടുത്തു കൊടുത്തിട്ടുള്ളത് അത് മുന്തിരിയാണ് എന്ന് ചില തഫ്സീറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു കസീറിന്റെ മുന്തിരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പഴത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ ഇതില്. അപ്പൊ എന്താണ്, അത് കൊയ്തുപോയി. അങ്ങനെ ഫതനാദഹു മുസ്ബിഹീൻ, ആ കൊയ്തെടുക്കപ്പെട്ട് കണ്ടപ്പോ എന്താ സംഭവിച്ചത്, തനാദവും അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. നാദാന്നെന്താ, വിളിച്ചു. യുനാദി വിളിക്കുന്നു, മുനാദിൻ വിളിച്ചു പറയുന്നവൻ. തനാദ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം, അതൊരു വിളിയാണല്ലോ. ഒന്നാകെ തൊലഞ്ഞു. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇപ്പൊ നമ്മളിങ്ങോട്ട് കയറി വരുന്ന നേരത്ത് ഈ കെട്ടിടം ഒന്നായിട്ട് കത്തി പൊളിഞ്ഞു വീണ് നടക്കുന്ന നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക, നോക്ക് മുഹമ്മദേ, മജീദേ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. എന്താ, അത് ഒരു വിളി കേൾക്കാൻ വേണ്ടിയുള്ള വിളിയല്ല, അങ്കലാപ്പിലാകുമ്പോഴുള്ള വിളിയാണ്. ഒരു ബേജാറ് കാണുമ്പോ എന്ത്, എല്ലാരും കാണുന്നവരെന്ത്, ഇത് കണ്ടോ, എല്ലാരും അങ്ങനല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വിപത്ത്, വലിയൊരു വിപത്ത് ഉണ്ടായാലും കാണുന്നവർ പരസ്പരം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ആ വിളിക്കാൻ എന്താ പറയാ, ഇപ്പൊ തനാദവും മുസ്ബീൻ, നേരം വിളിച്ചപ്പോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണ്, കാക്ക, മോനെ, അനുജ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, ഇത് കണ്ടോ, എല്ലാരും കാണുന്നുണ്ട്, എല്ലാരും ഒരുമിച്ച് കാണുന്നുണ്ട്. അവർ തലയിൽ കൈവച്ചിട്ട് അങ്കലാപ്പിലായിട്ട് വിളിക്കുകയാണ്. കൃഷി ഒന്നായിട്ട് തെരഞ്ഞു പോയില്ലേ. ഫതനാദവും, അവർ പരസ്പരം വിളിച്ചു കരഞ്ഞു. മുസ്ബിഹി, നേരം പുലരുന്നരായ നേരത്ത്, നേരം വെളുത്തപ്പോ അവരെന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കരയാൻ. ഐലമ്മ കാന വഖ്ത സുബ്ഹ്, സുബഹിന്റെ നേരമായപ്പോൾ നാദാ ബഅ്ദുഹും ബഅ്ദാ, ചില ആളുകൾ ചിലരെ വിളിച്ചു. യദ്ഹബു ഇലൽ ജിദാദ്, എന്ത്, അതിന്റെ തുലച്ചില കഷ്ണം മുറിഞ്ഞുപോയ മരട് പോയ അവസ്ഥ പോയല്ലോ, അതിനു വേണ്ടിയിട്ട് അവർക്കെല്ലാം തെറിഞ്ഞു പോകുന്ന അവസ്ഥ, ആ ഖേദത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് പരസ്പരം വിളിച്ചു കരയുക. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹ് എന്ത് ചെയ്തത്, ആ പണിയെടുപ്പിച്ചത്. എന്താ അവർ വിളിച്ചു കരഞ്ഞ വിഷയം കേട്ടോളി. അനിഗ്ദു അലാ ഹർസിക്കും ഇൻ കുൻതും സാരിമീൻ. അനിഗ്ദു അലാ ഹർസിക്കും, അവരാ കരച്ചിലേക്ക് എത്തിയ രംഗമാണ് പറയുന്നത്. ആദ്യം അവർ പറഞ്ഞത് അനിഗ്ദു അലാ ഹർസിക്കും, നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പുറപ്പെട്ടോളൂ. അന്നേരം അവർ കത്തിയതും കരിഞ്ഞൊന്നും കണ്ടിട്ടില്ല. ഗദ എന്ന് പറയുന്ന അർത്ഥം പോയി, ദഹബ. സാധാരണഗതിയിൽ രാവിലെ പോകുന്നതിനാണ് എന്താ പറയാ, ഗദ. ഗദാത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ ആണല്ലോ. അശീ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈകുന്നേരം. പ്രഭാതം, പ്രദോഷം. ഗദ എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രഭാതത്തിൽ പോകുന്നതിനാണ് എന്താ പറയാ. അപ്പൊ അതിന്റെ അമ്രാണ് ഇഗ്ദി, നീ പോയിക്കോളൂ. അതിന്റെ ബഹുവചനാണ് ഇഗ്ദു, നിങ്ങൾ പോയിക്കോളൂ. അതാണ് അനിഗ്ദു, നിങ്ങൾ പോകൂ. എവിടെയൊക്കെ പോണ്ടത്, അലാ ഹർസിക്കും, നിങ്ങളുടെ കൃഷിയിലേക്ക്. ഹർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൃഷി. നിങ്ങൾ നിങ്ങളുടെ കൃഷിയിലേക്ക് പോകൂ. ഇൻ കുൻതും സാരിമീൻ, നിങ്ങൾ കൊയ്തെടുക്കാനുള്ളവരാണെങ്കിൽ. ഇവിടെ സാരിം എന്ന് പറഞ്ഞാൽ എന്താണ്, കൊയ്തെടുക്കുക. നിങ്ങൾ കൊയ്തെടുക്കുന്നവരാണെങ്കിൽ, അതായത് കൃഷിക്കാരാണെങ്കിൽ ആണല്ലോ, അവർ കൊയ്തെടുക്കാനുള്ളവരാണല്ലോ. അവിടെ നിങ്ങൾ കൊയ്തെടുക്കാനുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നേരം വെളുക്കുമ്പോൾ തന്നെ അവിടെ എത്തിക്കോളൂ എന്നാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാരിമീൻ എന്ന് പറഞ്ഞാൽ ഐ തുരീദൂന സെറാമ, കൊയ്തെടുക്കുക എന്നതിനെ അവർ ലക്ഷ്യം വെക്കുന്നു. ഫൻതലഖൂ വഹും യതഖാഫതൂൻ, അങ്ങനെ അവർ പോയി. ഇൻതലഖ എന്ന വാക്കിന് ദഹബ എന്നാണ് അർത്ഥം. ഇൻതലഖ എന്നാണ് അർത്ഥം, പോയി. അതിന്റെ പിന്നെ ജമ്മാണെന്ത്, ജമ്മു സിഗയാണ് ഇൻതലഖൂ. ഇൻതലഖ, ഇൻതലഖാ, ഇൻതലഖൂ. മനസ്സിലായി, തസ്നിയാണെന്ത്, ഇൻതലഖാ എന്നല്ല, രണ്ടാള് പോയി. ഇൻതലഖൂ, അവരെല്ലാരും പോയി. ഫൻതലഖൂ, അങ്ങനെ അവരെല്ലാരും പോയി. വഹും യതഖാഫതൂൻ, അവർ മെല്ലെ സംസാരിക്കുന്നവരായിരുന്നു. പോകുമ്പോ അവർ ഉറക്ക വർത്താനം പറയില്ല, ഇല്ല, ചെവിയിൽ ഇങ്ങനെ പറയാം മെല്ലെ. എന്താ, ആരും കേൾക്കണ്ട, ഞങ്ങൾ പോകേണ്ടത് ചെയ്യണ്ട, ആരും അറിയരുത്, പതുങ്ങി സംസാരിക്കാം. യതഖാഫതൂൻ എന്താ, അവര് പരസ്പരം ആരും കേൾക്കരുത്, ആരും അറിയരുത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേ, ഉണ്ടാകാതെ നടന്നു എന്നൊക്കെ പറയുന്നത്. അവര് അങ്ങനെ പതുങ്ങി സംസാരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരെ കൃഷിയിടത്തിലേക്ക് പോയി. ഫൻതലഖൂ വഹും യതഖാഫതൂൻ, അവർ നല്ല സംസാരിച്ചുകൊണ്ട്
അവർ പോയി. അയ്യത്തനാജൗനാന സ്വകാര്യം പറഞ്ഞുകൊണ്ടുപോയി. ഫീമാ ബൈനഹും അവർക്കിടയിൽ ബിഹൈസുലാ യസ്മഊന അഹദൻ കലാമഹും പുറത്തൊരാളും അവരുടെ വാക്ക് കേൾക്കാതിരിക്കുമാറ്. സുമ്മ ഫസ്സറല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമ സിർരി വ നജ്വ. അള്ളാനെ മറച്ചു വെച്ചിട്ട് ആർക്കെങ്കിലും സ്വകാര്യം പറയാൻ പറ്റുമോ? അപ്പൊ സ്വകാര്യം അറിയുന്ന അള്ളാഹ് വിശദീകരിക്കുകയാണ്. മാക്കാന് യത്തഖാഫത്തൂന ബിഹി. അവര് സംസാരിച്ച വിവരം ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞു കൊടുത്തത്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? സ്വകാര്യ സംഭാഷണം നടത്തിയിട്ട് വേറെ ആരും കേട്ടിട്ടില്ല. അതാണ് ഫൻതലഖുവഹും യത്തഖാഫത്തൂൻ. എന്താ ഒരു സ്വകാര്യ സംഭാഷണം നടത്തിയ വിഷയം അറിയോ? അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. എന്താ സ്വകാര്യം? അല്ലാ യദ്ഖുലന്നഹ. ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കുന്നു, യദ്ഖുലുന്ന തീർച്ചയായും പ്രവേശിക്കുന്നു, ലാ യദ്ഖുലു പ്രവേശിക്കുകയില്ല, ലാ യദ്ഖുലുന്ന തീർച്ചയായും പ്രവേശിക്കുകയില്ല. അന്ന് വരുമ്പോ യദ്ഖുലു എന്നുള്ള യദ്ഖുലാന്നായി. അല്ലാ യദ്ഖുലന്ന തീർച്ചയായും പ്രവേശിക്കുകയില്ലെന്ന്, പ്രവേശിക്കരുതെന്ന്. അല്ലാ യദ്ഖുലന്ന തീർച്ചയായും കടന്നു വരരുത് എന്ന്. ആര് വരരുത്? അല്ലാ യദ്ഖുലന്നഹ അവിടെ വരരുത്. അൽ യൗമ ഇന്ന്, അലൈക്ക് നിങ്ങളുടെ മേൽ ഇന്ന് അവിടെ വരരുത്. മിസ്കീൻ. ഫൻതലഖുവഹും യതഖാഫത്തൂൻ. സ്വകാര്യം പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പോയി. എന്താ പറഞ്ഞ സ്വകാര്യം? അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. ഇന്നൊരു മിസ്കീൻ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ അടുത്തേക്ക് കയറി വരാൻ പാടില്ല. ആ തോട്ടത്തിനടുത്തേക്ക് യദ്ഖുലന്ന എന്ന് പറഞ്ഞാൽ അല്ലാ യദ്ഖുലന്ന ഒരിക്കലും കടന്നു വരരുത്, തീർച്ചയായും കടന്നു വരരുത്. ഹാ അതിന്റെ അടുത്ത്, ഇതിനടുത്ത് തോട്ടത്തിന്റെ അടുത്ത്, അലൈക്കും നിങ്ങളുടെ മേൽ, അതായത് നിങ്ങളെ എതിൽ നിന്ന് കാര്യങ്ങൾ കൈവശപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യരുത്? വരരുത്. മിസ്കീൻ. ആര് വരരുത്? ഒരു സാധു. യഖൂലു ബഅ്ദുഹും ലിബഅദ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് എന്ത്? ലാ തുമക്കിനുൽ യൗമ ഫഖീറൻ. ഒരു ഫഖീറിനും നിങ്ങളൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കരുത്. എന്തിനു സൗകര്യം ചെയ്ത് കൊടുക്കുക? യദ്ഖുലുഹാ അലൈക്കും നിങ്ങളുടെ അടുത്തേക്ക് കയറി വരാൻ. ഇന്നൊരു ഫഖീറിനും കയറി വരാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? സാറില്ല അവരിങ്ങ് പോന്നോട്ടെ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അവർ തീരുമാനം എടുക്കാൻ. ഖാലല്ലാഹു തആല. പിന്നെ അള്ളാഹ് പറയണ എന്താ? വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ഖദൗ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ ഖദാ യഗ്ദു? പോയി. ഖദൗ അവർ പോയി. അങ്ങനെ അവർ പറഞ്ഞു, പോണം എന്ന് പറഞ്ഞു, പോവുകയും ചെയ്തു. അവരെങ്ങനെ പോയതാ പറയുന്നത്? അലാ ഹർദിൻ ശക്തിയുള്ളവരായി. ഹർദ് എന്ന് പറഞ്ഞാൽ ഖുവ്വത്ത് വശിദ്ദത്ത്. എന്താ ഹർദ് എന്ന? ശക്തി. ശക്തിയുള്ളവരായി തന്നെ അവർ ആ തോട്ടത്തിലേക്ക് പോയി. ഖാദിരീൻ കഴിവുള്ളവരായി. അതായത് ഖാദിരീന അലിഹ അക്കാര്യത്തിന് കഴിവുണ്ടെന്ത്? പാവപ്പെട്ടവർ അവരടുത്തേക്ക് കയറി വരാതിരിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കാൻ ഭൗതികമായി ആർക്ക് കഴിവുണ്ട്? അവർക്ക് കഴിവുണ്ട്. അതിന് ശേഷിയുള്ള ടീമാണ് അവർ. മറ്റൊരാൾ കയറരുത് തന്നെ പിന്നെ എന്ത് ചെയ്യില്ല, കയറൂല, വരരുത് തന്നെ അതൊക്കെ പറയാൻ മാത്രം അറിയാവുന്ന ആൾക്കാരാണ് ആര്?
അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടായും കൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഗുണ്ടായുസം കാണിച്ചിട്ട് തന്നെയാണ് പോക്ക്. അതാണ് എന്ത് പറയുന്നത്, വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ഗദൗ അവർ പോയി, അലാ ഹർദിൻ ശക്തിയോടെ, ഖാദിരീൻ കഴിവുള്ളവരായി. എന്നുള്ള കഴിവ്? അതാണ് പറയുന്നത് ഫീമാ യസൂമൂന വയറൂമൂന. അവർ ലക്ഷ്യം വെച്ച, അവർ വാദിച്ച കാര്യം. അവർ ലക്ഷ്യം വെച്ച കാര്യം എന്താ? ആർക്കും കൊടുക്കാതെ കൊയ്തെടുക്കണം. വാദിച്ച കാര്യം എന്താ? പാവപ്പെട്ടവർക്ക് ഒരിക്കലും ഇത് കിട്ടരുത്, അവരോട് കയറ്റരുത്, അല്ലെ? അത് ചെയ്യാൻ ശേഷിയും കഴിവൊക്കെ ഉള്ള ആൾക്കാരാണ് ആര്? അതിനുള്ള കഴിവൊക്കെ ഉള്ളവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെയാണ് അവർ പോയത്. എന്നിട്ടോ ഫലമ്മാ റഅൗഹാ ഖാലൂ ഇന്നാ ലദാല്ലൂൻ. ഫലമ്മാ റഅൗഹാ, അത് അവർ കണ്ടപ്പോൾ. ഏത് കണ്ടപ്പോൾ? ആ തോട്ടം അവർ കണ്ട. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു. റഅൗ അവർ കണ്ടു. ഹാ അത് ആ തോട്ടം. ഫലമ്മാ റഅൗഹാ, ആ തോട്ടം അവർ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ആ തോട്ടത്തിന്റെ അടുത്തെത്തിയപ്പോൾ. അപ്പോഴാണ് കാണും. അങ്ങനെ അവർ തോട്ടത്തിന്റെ അരികിൽ എത്തിയപ്പോൾ, ആ തോട്ടം അവർ കണ്ടപ്പോൾ, ഖാലൂ അവർ പറഞ്ഞു, ഇന്നാ ലളാലൂൻ, തീർച്ചയായും നമ്മൾ വഴി തെറ്റിയിട്ടുണ്ട്, നമ്മളെ തോട്ടല്ലത്. ആദ്യം അവർക്ക് മനസ്സിലായില്ല അത് കത്തിപ്പോയതാണല്ലോ. ആദ്യം വിചാരിച്ച നമ്മൾ ഇരുട്ടത്ത് വന്നുകൊണ്ട് തോട്ടം മാറിപ്പോയിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. നമ്മളെ തോട്ടാണെങ്കിൽ പറഞ്ഞു നിൽക്കേണ്ടതല്ലേ, അതാണ്. പക്ഷെ അവർക്ക് വഴി തെറ്റിയിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇന്നാ ലളാലൂൻ, അവർ വല്ല വഴി തെറ്റി. ഇനി ഹിദായത്ത് കിട്ടാത്തതിനും എന്തിനാ പറയാ, വഴികേടിനും എന്തിനാ പറയല്, വല്ലാന്ന് തന്നെ പറയാം, മനസ്സിലായി? ഇവിടെ അതല്ല, ഇവിടെ തോട്ടത്തിലേക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വഴി തെറ്റിപ്പോ. അവർക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്താണ്, മാറിപ്പോയതാണ്. അതാണ് അവർ പറഞ്ഞത്. ഖാലു അവർ പറഞ്ഞു, ഇന്നാ ലളാലൂൻ, തീർച്ചയായും നമ്മൾ വഴി തെറ്റിയവരാണ്. ഫലമ്മ വസലു ഇലിഹ, അങ്ങനെ അവർ ആ തോട്ടത്തിലെത്തിയപ്പോൾ, അഷ്റഫു അലിഹ, തോട്ടം നിരീക്ഷിച്ചപ്പോൾ. അഷ്റഫ എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ചു. വഹയ അലൽ ഹാലത്തി, ആ അവസ്ഥയിൽ, അല്ലത്തി ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹ് പറഞ്ഞ അവസ്ഥയിലാണ് തോട്ടം ഉള്ളത്. ഏതവസ്ഥ? കസരീം എന്നല്ലേ, ആ അവസ്ഥയിലാണ്. എന്നിട്ടോ അങ്ങനെ ഖദിസ്തഹാരത്തൻ തിൽക്കൻ നവാറ വസ്സുഹറ വകസറത്ത് സിമാർ, അതൊക്കെ മാറിപ്പോയി. ഏത്? അതിന്റെ ആ പ്രസന്നത, അതിന്റെ ആ ശോഭ, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, തുളുമ്പി നിൽക്കുന്ന പഴങ്ങൾ, അതൊന്നുമില്ല. അതൊക്കെ എന്തായി പോയി? മാറിപ്പോയി. ഇസ്തഹാര എന്ന് പറഞ്ഞാല് അതിനൊക്കെ മാറ്റം വന്നു. എങ്ങനെ മാറി? ഇലാ അൻ സാറത്ത് സൗദാ മുദലഹിമ്മ, അത് ഇരുട്ട് പിടിച്ച കറുപ്പായി മാറി. മുദലഹിമ്മ എന്നാണ് ഇരുട്ട് പിടിച്ച, അത് കറുത്ത് കിടക്കുന്നു. ലാ എന്തഫി ബിശൈമിന, അതിൽ നിന്ന് ഒന്നും ആർക്ക് എടുത്തുണ്ടാകില്ല. ഒരു മുന്തിരിന്റെ കുരു കിട്ടണ്ടേ, ഒറ്റ ഒരു പഴമെങ്കിലും കിട്ടണ്ടേ, അതില്ല എടുക്കാൻ. ഒരു സാധനം അവർക്ക് എന്തില്ല, അതിന് എടുക്കാനില്ല, ഒന്നും കിട്ടാനില്ല. ഫഅതഖദു, അപ്പൊ അവർ വിശ്വസിച്ചു, അന്നഹും ഖദ് അഖ്തഉ ത്വരീഖ്, അവർക്ക് വഴി തെറ്റിയതാണ്. വലിഹാദാ ഖാലു, അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇന്നാ ലദാല്ലൂൻ, തീർച്ചയായും ഞങ്ങൾ വഴി തെറ്റിപ്പോയവരാണ്. ഐ ഖദ് സലക്കനാ ഇലൈഹാ ഗൈറ ത്വരീഖ്, വേറെ ഏതോ വഴിയിലേക്ക് ഞങ്ങൾ കയറിപ്പോയി. ഫതുഹിന അൻഹ, എന്നിട്ട് ഈ വഴിയാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. അതാണ് ഇബ്ൻ അബ്ബാസ് പറഞ്ഞത്. അവർ വഴി മാറിപ്പോയി എന്നാണ് പറഞ്ഞതെന്നുള്ള വിശദീകരണമാണ് ഈ ആയത്തിന് ആര് കൊടുത്തത്? ഇബ്ൻ അബ്ബാസ് അള്ളാനും മറ്റു ചിലരും, വൈറുഹു അദ്ദേഹം അല്ലാത്ത മറ്റു ചിലരും കൊടുത്തത്. സുമ്മ റജഉ അമ്മാ കാനൂ ഫീ, പിന്നെ അവർ അവിടെ നിന്ന് തിരിച്ചു വന്നു. വതയഖനു, അവർ ഉറപ്പിച്ചു, അന്നഹായ, തെറ്റിയിട്ടൊന്നുമില്ല, ഇത് അത് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാർക്ക് എന്ത് മനസ്സിലായത്? ആദ്യം അവർ വിചാരിച്ചു വഴി തെറ്റി, സമാധാനം ഉണ്ട്, ഇത് വേറെ ഏതോ എത്തിപ്പോയതാണ്. ആദ്യം ഞെട്ടിയെങ്കിലും ഒരു ആശ്വാസം എന്താണ്, നമ്മൾ അല്ലെങ്കിൽ ആശ്വാസമാണല്ലോ. പക്ഷെ പിന്നെ അവർ വീണ്ടും നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി വഴി തെറ്റിയിട്ടൊന്നുമില്ല, ഇത് കൃത്യം നമ്മൾ തന്നെയാണ്. അന്നേരം അവർ പറഞ്ഞ വാക്കെന്താണ്? ബൽ നഹ്നു മഹ്റൂമൂൻ, അതല്ല എന്നാണ് വഴി തെറ്റിയതല്ല. ബൽ എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ, വഴി തെറ്റിയതല്ല. പിന്നെ നഹ്നു മഹ്റൂമൂൻ, ഞങ്ങൾ തടയപ്പെട്ടവരാണ്, ഇത് കൊയ്തെടുക്കാൻ അർഹതല്ലാതെ പോയവരാണ്. മഹ്റൂം എന്ന് പറഞ്ഞത് ഹറുമ എന്ന് പറഞ്ഞാൽ തടഞ്ഞു. ഹാരിം തടയുന്നവൻ, അള്ളയാണ് തടഞ്ഞത്. മഹ്റൂം തടയപ്പെട്ടവൻ, കിട്ടാത്തവൻ. നമ്മൾ കിട്ടാത്തവരാണ് കേട്ടോ, കൊയ്തെടുക്കാൻ മുതൽ കിട്ടാത്തവരാണ്. മുതൽ എന്തായി പോയി? കത്തിപ്പോയി, കത്തിക്കരിഞ്ഞുപോയി. അതാണ് ബൽ, അതല്ല സംഭവിച്ചത്. ഏതല്ല സംഭവിച്ചത്? നമുക്ക് വഴി മാറിപ്പോയതൊന്നും അല്ല. നമ്മൾ ശരിയായ വഴി നമ്മളെ പറമ്പിലേക്ക് തന്നെയാണ് ചെയ്തത്, തോട്ടത്തിലേക്ക് തന്നെയാണ് വന്നത്. പക്ഷേ നഹ്നു മഹ്റൂമൂൻ, നമ്മൾ നാശം വന്നവരായി പോയി, നഷ്ടം വന്നവരായി പോയി. മഹ്റൂമൂൻ എന്ന് പറഞ്ഞാൽ ഐ ബൽ ഹിയ ഹാദിഹി, ഇതാ തോട്ടം തന്നെ. വലാകിൻ നഹ്നു ലാ ഹവ്വ ലനാ, നമുക്ക് ഓഹരിയില്ല. വലാ നസീബ്, വിഹിതമില്ല. കൊയ്തെടുക്കാനുള്ള വിഹിതമോ ഓഹരിയോ എന്താണ് ഇവിടെ ബാക്കിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അവരെത്തി. അതാണ് ആ വിഷയത്തിൽ എടുത്തു പറയാനുള്ളത്. ഇനി നമുക്കൊന്നുകൂടി വായിക്കാം.
ഇദാ തുത്ല അലൈഹി ആയാത്തുന, നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഖാല, അവർ പറയും, അസാത്തീറുൽ അവ്വലീൻ, അവർ തന്നെ ഈ ഹമ്മാസ് മഷാവൊക്കെ ഏകവചനം പറഞ്ഞുകൊണ്ട് അലൈഹി എന്നാണ് കേട്ടോ. ആ തരം ആളുകൾ പറയും, ഇതെന്താണ്, പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാണ്. അസാത്തീർ, അതിന്റെ ഏകവചനം എന്താ, ഉസ്തൂർ. എന്താണ് ഉസ്തൂർ? ബഹുവചനാണ് അസാത്തീർ. അവ്വലു എന്നുള്ളതിന്റെ ബഹുവചനാണ് അവ്വലൂൻ, അവ്വലീൻ, പൂർവികരുടെ കെട്ടുകഥകൾ. സനസിമുഹു അലൽ ഖുർതൂം, വഴിയെ നാം അവരുടെ മൂക്കിൽ അടയാളം വെക്കും. അവരുടെ തുമ്പിക്കൈയിൽ നമ്മൾ എന്ത് ചെയ്യും? അടയാളം വെക്കും. പരലോകത്ത് അവരുടെ മുഖം കണ്ടാൽ അറിയാം അവര് ഖുർആൻ തള്ളിയവരാണ് എന്ന്. അതിന്റെ ഒരു അടയാളം അല്ലെന്ത് ചെയ്തിട്ടുണ്ടാവും? പലതിന്റെ അടയാളം പരലോകത്ത് ആൾക്കാർ വരുമ്പോ ഉണ്ടാവുമല്ലോ. വഞ്ചന കാണിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലിക്കുല്ലി ഖാദിരിൻ ലീവാൻ, എല്ലാ ചതിയന്മാർക്കും എന്താണ്, അതൊരു കൊടി വെച്ചു കൊടുക്കും. അല ഇസ്തി, അയാളുടെ ബാക്കിലുണ്ടല്ലോ, പിറകിൽ അല്ലെന്ത് ചെയ്യും, പിന്നെ വിസർജനം നടത്തുന്ന സ്ഥലത്തുള്ള ഒരു കൊടി നാട്ടി വെച്ചു കൊടുക്കും. ആ കൊടിയുമായിട്ടാണ് എന്ത് ചെയ്യുക, ചതിയന്മാര് മുഴുവൻ വരിക. എവിടെ വരിക? ഈ ലോകത്ത് ചതിയന്മാരല്ലാത്തവരുണ്ടോ? എല്ലാരും പറ്റിക്കാൻ. എവിടെ പോയാലും, ഒരു വ്യാപാര സ്ഥലത്ത് പോയാല് കച്ചവടക്കാരൻ പറ്റിക്കും, ചില ഉപഭോക്താക്കൾ കച്ചവടക്കാരെ പറ്റിക്കും. മനസ്സിലായില്ലേ? ഒരു പുരയിടം വാങ്ങാൻ പോയാല് എന്താണ്, അതിന്റെ ന്യൂനതകളൊക്കെ മറച്ചെക്കും, അതിന്റെ ഗുണങ്ങളൊക്കെ പൊലിപ്പിച്ച് പറയും, എന്നിട്ട് നമ്മളെ പറ്റിക്കും, നമ്മൾ വാങ്ങും. പിന്നെ നമ്മൾ ഓരോ യാഥാർത്ഥ്യ മറച്ചു വെച്ച പലതും വ്യക്തമാക്കാത്ത പലതും പിന്നെയാണ് അറിയാം. വ്യക്തമാക്കേണ്ടതാണ് കച്ചവടത്തിൽ, പക്ഷെ അവരത് അന്നും അന്നേരം പറയില്ല. ഭക്ഷണങ്ങൾ ചില ഗൗരവമുള്ള ഭക്ഷണം തീരെ വെള്ളമില്ല എന്നുള്ളതോ അല്ലെങ്കിൽ വഴിക്ക് ഭക്ഷണം ചിലപ്പം തീരെ പറയില്ല. അതേ സമയത്ത് എന്ത് ചെയ്യും, കച്ചവടമായി കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ ചോദിച്ചില്ലല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലക്കത് പോവും, ചതിയാണ്. ഇനി നമ്മൾ സ്ഥലം വിൽക്കാൻ പോയാൽ നേരെ തിരിച്ചായിരിക്കും, പോരായ്മ മാത്രമേ കാണുള്ളൂ, അതിന് ഗുണം ചെയ്യില്ല, അതും ചതിയാണ്. അപ്പൊ എങ്ങനെ ചുരുക്കി പറഞ്ഞ ദുനിയാവ് എന്നാണ് അമൽ ഹയാത്ത് ദുനിയ ഇല്ല മത്താൽ ഖുറൂർ അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗോതമ്പിന്റെ കൂമ്പാരത്തിലേക്ക് കൈയിട്ടിട്ട് ആ സുബ്രത്തിലേക്ക് കൈയിട്ടിട്ട് ചോദിച്ചു, മാലിഹാദത്താൻ, ഈ ഭക്ഷണത്തിന് എന്ത് പറ്റി, നനഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞത് ഇന്നലെ മഴ പെയ്തപ്പോ നനഞ്ഞു പോയതാ. അപ്പൊ റസൂൽ പറഞ്ഞത് ആള് കാണുന്ന രൂപത്തിൽ വെക്കണ്ടേ. എന്നിട്ടാ പറഞ്ഞ മൻഗശന ഫലൈസ മിന്ന, മൻഗശ ഫലൈസ മിന്ന, ചതിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ചതിയന്മാരുള്ള എന്ത് ചെയ്യും, ഒരു കൊടി കുത്തിയിട്ടാ കാണിച്ചു കൊടുക്കുക. പരലോകത്ത് വരുമ്പോ തന്നെ ഉണ്ടാവും എന്തൊക്കെ ചതിച്ചിട്ടുണ്ടോ അതിനൊക്കെ കൊടി ഉണ്ടാവും. ഏതൊക്കെ ദിവസം ആരൊക്കെ ചതിച്ചിട്ടുണ്ടോ അത്രയും കൊടി എല്ലാരും കാണുന്ന രൂപത്തിൽ എല്ലാരും. അപ്പം ചതിയും ആളുകൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതേപോലെ ഖുർആൻ മനുഷ്യന്റേതാണെന്ന് ഒരുത്തം പറഞ്ഞാൽ അയാളുടെ ആ തിന്മ എവിടെ കാണാൻ പറ്റും? മൂക്കിൽ കാണാൻ പറ്റും. അല്ല പലതും പലയിടത്തും കാണിക്കും. അതിലൊന്നെന്താണ്, മൂക്കിൽ കാണിക്കുന്ന അല്ലെങ്കിൽ മുഖത്ത് കാണിക്കുന്ന ഒരടയാളമാണ്. അതാണ് സനസിമുഹു അലൽ ഖുർതൂം ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ അവരെ നാം പരീക്ഷിച്ചു. അവരെ പരീക്ഷിച്ചാൽ ആരെ പരീക്ഷിച്ചു? മക്കയിലെ മുശ്രിക്ക് ഖുറൈശികളെ, കുഫാറുകളെ. ഏത് വിഷയത്തിൽ പരീക്ഷിച്ചു? അവർക്ക് പ്രവാചകനെ അയച്ചു, എന്നിട്ട് പരീക്ഷിച്ചു. പ്രവാചകൻ കള്ളനാണെന്ന് അവർ പറഞ്ഞു, അല്ലെ, കെട്ടിണ്ടാക്കിയ കഥകൾ അയാൾ പറയുന്നതെന്ന് പറഞ്ഞു. തോട്ടക്കാരെ ഏത് വിഷയത്തിൽ പരീക്ഷിച്ചു? അവർക്ക് എമ്പാട് സ്വത്ത് കൊടുത്ത് സക്കാത്ത് കൊടുക്കുമെന്ന് ചെയ്തു, പരീക്ഷിച്ചു, കൊടുത്തില്ല. അതായത് അഖ്സമു, അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം എന്താ സത്യം ചെയ്തത്? ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ, നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യുന്നവരെന്ത് ചെയ്തു? ആണയിട്ട് പറഞ്ഞു. വലാ യസ്തസ്നൂൻ, എന്താ വലാ യസ്തസ്നൂൻ തന്നെ അവർ ഒഴിച്ചു നിർത്തുന്നില്ല. അത് ശ്രദ്ധിക്കുന്നില്ല ശരിക്കും. ഇസ്തസ്ന എന്ന് പറഞ്ഞാൽ ഒഴിച്ചു നിർത്തി. വലാ യസ്തസ്നൂൻ, അവർ ഒഴിച്ചു നിർത്തുന്നില്ല, അവർ മാറ്റി നിർത്തുന്നില്ല. വലാ യസ്തസ്നൂൻ എന്താ ഉദ്ദേശിക്കുന്നത്? മാറ്റി നിർത്താന്ന അതിൽ നിന്ന് ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് സക്കാത്തായിട്ട് എന്ത് ചെയ്യേണ്ടതായിരുന്നു? അവര് മാറ്റി നിർത്തേണ്ട, അവർ ചെയ്തില്ല. അപ്പൊ എന്തുണ്ടായി? അള്ളാഹു പരലോകത്ത് മാത്രം ആയിക്കോണമെന്നില്ല, ശിക്ഷ ചിലപ്പോൾ ഈ ലോകത്തും ഉണ്ടാവും. അതാണ് ഇവർക്ക് കിട്ടിയത്. നിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു ശിക്ഷ അവരെ ബാധിച്ചു. താഫ ബാധിച്ചു, തായിഫൻ വിപത്ത് അവരെ ബാധിച്ചു. മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്ന്. എപ്പോഴാ ബാധിച്ചത്? വഹും നായിമൂൻ, രാത്രി പ്രതിജ്ഞയൊക്കെ എടുത്ത് കിടന്നുറങ്ങിയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് ചെയ്തു, അതുവരെ വിളഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹ് മലക്കുകൾ അയച്ചു, അത് നശിപ്പിച്ചു.
അപ്പോൾ അത് കൊയ്തെടുക്കപ്പെട്ടതുപോലെ, ആരോ കൊയ്തു കൊണ്ടുപോയതുപോലെ, അല്ലെങ്കിൽ രാത്രിയുടെ കറുപ്പ് പോലെ ആയി തീർന്നു. ഫതനാദൗ മുസ്ബിഹീൻ, ഇതൊന്നും അറിയാതെ നേരം വെളുത്തപ്പോ അവർ പരസ്പരം വിളിച്ചു. അതിന്റെ തുടക്കം എന്താണ്? അനിഗ്ദു അലാ ഹർസികും മിൻ കുൻതും സാരിമീൻ, കൃഷി കൊയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അനിഗ്ദു ഹർസക്കും അലാ ഹർസിക്കും, നിങ്ങൾ കൃഷിയിലേക്ക് പോകും. കൊയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ കൃഷിസ്ഥലത്തേക്ക് എന്ത് ചെയ്യാം? പോവാ. ഫൻതലഖൂ വഹും യതഖാഫതൂൻ, അങ്ങനെ അവർ പോയി. അവർ മെല്ലെ സംസാരിക്കുന്നവരാണ്. അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, ഇന്നേ ദിവസം നിങ്ങളുടെ മേൽ ഒരു മിസ്കീനും കടന്നു വരാൻ പാടില്ല എന്നാണ് അവരെന്ത് ചെയ്തത്? പതുങ്ങി സംസാരിച്ചത്. വഅദവലാ ഹർദിൻ ഖാദിരീൻ, കഴിവുറ്റവരായി ശക്തിയോടുകൂടി അവർ പോയി. ഫലമ്മാ റഔഹാ ഖാലൂ ഇന്നാ ലളാല്ലൂൻ, അങ്ങനെ അവരത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്നാ ലളാല്ലൂൻ, നമ്മൾക്ക് വഴിതെറ്റിയിട്ടുണ്ട്, ഞങ്ങൾ വഴിതെറ്റിയവരാണ്. ബൽ, അല്ല, വഴിതെറ്റിയതല്ല. നഹ്നു മഹ്റൂമൂൻ, പിന്നെന്താ? ഞങ്ങൾ തടയപ്പെട്ടവരാണ്. ഇതിന്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് എന്താണ്? നിഷേധിക്കപ്പെട്ടാണെന്ന് അവർക്ക് ശരിക്കും ആ സത്യം അവർ മനസ്സിലാക്കി. അതാണ് വിഷയം. ഇനി ഒരു പ്രാവശ്യം എല്ലാവരും അർത്ഥം മനസ്സിൽ വെച്ചിട്ട് വേണം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. സനസിമുഹു അലൽ ഖുർതൂം ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ വലാ യസ്തസ്നൂൻ فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.